ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വെളിച്ചം, ആ പ്രകാശം അത് നമ്മുടെ കൽബാകുന്ന മീറ്ററിൽ സൂക്ഷിക്കപ്പെട്ടാൽ ആവശ്യത്തിനനുസരിച്ച് അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ലഭിക്കണം. ഏതുപോലെ നമ്മുടെ വീട് പണി പൂർത്തിയാക്കിയാൽ ഇലക്ട്രിക് ഓഫീസിൽ കരണ്ടിന് അപേക്ഷ കൊടുത്തു, കരണ്ട് കിട്ടി, ട്രാൻസ്ഫോമറിൽ കരണ്ട് വന്നു, അത് പോസ്റ്റിലൂടെ വന്നു, നമ്മുടെ വീട്ടിലേക്ക് സർവീസ് വയർ കൊടുത്തു, നമ്മുടെ മീറ്ററിൽ കരണ്ട് എത്തിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇലക്ട്രിക് ഓഫീസിലെ അഡ്രസ്സിൽ ഇപ്പം നമ്മളെ വീട് ഏതാണ്? കരണ്ട് ഉള്ള വീടാണ് അല്ലേ? റെഡിയാണ്. പക്ഷെ ഒരു സംഗതി, ആ കരണ്ട് കിട്ടിയ ശേഷം വീട്ടിൻ്റെ അകത്ത് കയറി സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ബൾബ് കത്തുന്നില്ല. മറ്റേ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ട്യൂബ് കത്തുന്നില്ല. മറ്റേ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഫാൻ കറങ്ങുന്നില്ല. അപ്പം നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങൾ പോയിട്ട് അടുക്കളയിലൊന്ന് സ്വിച്ച് ഇട്ട് നോക്കി, മോട്ടറും വർക്ക് ചെയ്യണില്ല. ഈ കരണ്ട് കൊണ്ട് എന്താ കാര്യം? അഡ്രസ്സിൽ നോക്കുമ്പോൾ, ഇലക്ട്രിക് ഓഫീസിൽ നോക്കുമ്പോൾ മീറ്ററിൽ കരണ്ട് ഉണ്ടോ? അല്ലേ? മീറ്ററിൽ കരണ്ട് റെഡിയാണ്, പക്ഷെ നമ്മുടെ ബൾബും ട്യൂബും ഒന്നും കത്തുന്നില്ല. ഈ കരണ്ട് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടാ? എങ്കിൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നമ്മളെ പ്രസവിച്ച് ഭൂമിയിലേക്ക് വന്നപ്പോൾ വലത്തെ ചെവിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഇടത്തെ ചെവിയിൽ അത് അവസാനിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ കൽബിലുണ്ട്. പക്ഷെ നമ്മുടെ നാവ് കൊണ്ട് അള്ളാഹ് പൊരുത്തപ്പെടാത്തത് പറയാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെ തടയുന്നുണ്ടോ? ഇല്ല. നമ്മൾ കളവാണെങ്കിൽ കളവ് പറയാണ്, ഈബത്താണെങ്കിൽ ഈബത്ത് പറയാണ്, നമീമത്താണെങ്കിൽ നമീമത്ത് പറയാണ്. എന്താ സംഗതി? മീറ്ററിൽ കരണ്ടുണ്ട്, ബൾബ് കത്തണില്ല. നിങ്ങളിൻ്റെ ഒപ്പം നിൽക്കണം. മീറ്ററിൽ കരണ്ടുണ്ട്, ബൾബ് കത്തണില്ല. വേറെ ഒരാൾ ഗീബത്തോ നമീമത്തോ വേണ്ടാത്തതൊക്കെ പറയാണ്. ആ പറയുമ്പം നമ്മളിങ്ങനെ ചെവി വെച്ചുകൊണ്ട് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളെ കാതിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുന്നുണ്ടോ? ഇത് കേൾക്കല്ലേ, അള്ളാന്ന് വിശ്വസിക്കണം. എനിക്ക് കേൾക്കാൻ പറ്റിയ പാട്ടല്ല അത്, എനിക്ക് കേൾക്കാൻ പറ്റിയ വാർത്തയല്ല അത്. അത് കേൾക്കല്ലേ എന്ന് നമ്മളെ ചെവിയിലേക്ക് ഒരു കൺവെൻഷൻ വരുന്നുണ്ടോ? എന്താ സംഗതി? മീറ്ററിൽ കരണ്ടുണ്ട്, ട്യൂബ് കത്തണില്ല. നമ്മളെ കൈ കൊണ്ട് ഒരു വേണ്ടാത്തത് ചെയ്യാൻ നിൽക്കുകയാണ്. ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അടുത്ത സീറ്റിലിരിക്കുന്ന ആൾ നല്ല ഉറക്കിലാണ്. അയാൾ നല്ല ഉറക്കിലാണ്, ക്ഷീണിതനായിട്ട് അയാൾ ഉറങ്ങുകയാണ്. അയാളെ പോക്കറ്റിലിങ്ങനെ നോക്കുമ്പോൾ, ബസ്സിൻ്റെ ആ കാറ്റിലിങ്ങനെ പോക്കറ്റ് വന്നുമ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ 500 നോട്ടുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. മെല്ലെ പോക്കറ്റിൽ നിന്ന് എടുത്താൽ ഓൻ അറിയോ? അറിയില്ല. കിട്ടിയോടുമ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി. പോക്കറ്റടി എന്ന് പറയുന്നത് അതാ. ആ പോക്കറ്റടിക്ക് വേണ്ടി മറ്റേ ആളെ പോക്കറ്റിലേക്ക് കൈ ഇങ്ങനെയാണ് പോകുമ്പോൾ കൽബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, പക്ഷേ കയ്യിനെ തടഞ്ഞോ? മീറ്ററിൽ കരണ്ടുണ്ട്, മോട്ടർ വർക്ക് ചെയ്യണില്ല. ഈ സൈസ് കരണ്ട് ഇപ്പം നമ്മളെടുത്തൊക്കെ ഉണ്ടോ? അല്ലേ? ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും സ്വയം നന്നാകേണ്ടത്. നമ്മുടെ വീട്ടിലേക്ക് കരണ്ട് കിട്ടിയിട്ട് എപ്പോൾ നോക്കിയാലും മീറ്ററിൽ കരണ്ട് റെഡിയാണ്, നമ്മളകത്ത് ബൾബും കത്തണില്ല, അവിടെ ഫാൻ തിരിയുന്നില്ല, അവിടെ AC വർക്ക് ചെയ്യണില്ല. ഇലക്ട്രിക് ഓഫീസിൽ പോയി നോക്കുമ്പോഴോ നമ്മളവിടെ കരണ്ടും ഉണ്ട്. എന്ന മാതിരി ലോകത്ത് കുറേ ജനങ്ങളെ കൂട്ടത്തിൽ നമ്മളെ പേരൊക്കെ ഏതിലാണുള്ളത്? മുസ്ലിമീങ്ങളെ പേരിലാണുള്ളത്. നമ്മളെ മനസ്സനുസരിച്ച് നമ്മളെ കൽബിൽ ഏതുണ്ടാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മീറ്ററിലുണ്ട്. മീറ്ററിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. പക്ഷേ നമ്മുടെ നാവ് കൊണ്ട് കളവ് പറയുന്നിടത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുന്നില്ല. നമ്മളെ കൈ കൊണ്ട് തെറ്റ് ചെയ്യുന്നിടത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുന്നില്ല. നമ്മളെ കാത് കൊണ്ട് ഗീബത്ത് കേൾക്കുന്നിടത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുന്നില്ല. നമ്മളെ കാലുകൊണ്ട് വേണ്ടാത്തതിലേക്ക് നടക്കുമ്പോൾ അവിടെ നമ്മൾ തടയപ്പെടുന്നില്ല. മീറ്ററിൽ കരണ്ടുണ്ട്, ബൾബ് കത്തുന്നില്ല. ഇതുപോലത്തെ ഈമാൻ ആയിപ്പോയാൽ
ആ ഈമാൻ കൊണ്ട് വല്ല ഫലവും കിട്ടുമോ? ഇത് ആലോചിക്കേണ്ടത് നമ്മൾ സ്വന്തമാണ്. ഇത് നിങ്ങളെപ്പറ്റി നിങ്ങളും എന്നെപ്പറ്റി ഞാനും ആലോചിക്കേണ്ട കാര്യമാണ്. അല്ലാതെ അങ്ങനെ തന്നെയാണ്, മറ്റോൻ അങ്ങനെ തന്നെയാണ്, നമ്മളൊക്കെ ഇപ്പം മറ്റോലെ സ്വർഗത്തേക്ക് പറഞ്ഞയക്കുന്ന തിരക്കിലാണ് എല്ലാവരും, അല്ലേ? മറ്റോലെ ആക്കത്ത് പോയിക്കോളും, നമ്മളെ കാര്യം നോക്കണം. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് തഫക്കുറു സാഅ, എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മളെ പറ്റി ഒന്ന് ആലോചിക്കാം. എല്ലാ ദിവസവും ഒരു കുറഞ്ഞ സമയം ഒറ്റക്ക് ഞാൻ എന്നെ പറ്റി ആലോചിക്കാം. എൻ്റെ ഖബറിലേക്ക് ഞാൻ മാത്രമാണ്, നിങ്ങളെ ഖബറിലേക്ക് നിങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ഇവിടെ നമ്മളെ കുറച്ച് പഴക്കമുള്ള പള്ളിയാണ്, ഞാൻ ഓർമ്മയായപ്പോഴാണ് പറയാമെന്ന് മാത്രം. നല്ല കുടുംബജീവിതം പറയാനുണ്ട് ഇവിടെ, ഞാൻ വരും, നിങ്ങൾ ബേജാറാവണ്ട. അപ്പോൾ ഈ പഴയ പള്ളി ഒന്ന് പൊളിച്ച് നന്നാക്കണമെന്ന് ആശയുണ്ട്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ ചെന്ന് മദീനയിലെത്തി. മദീന അതിർത്തി എന്ന് പറയാം, ഖുബായിൽ താമസിച്ചു. അവിടെ ഒരു ചെറിയ പള്ളി പണിതു. നബി തങ്ങൾ അടുത്ത താമസം ഇന്നത്തെ മദീന പട്ടണത്തിലേക്ക് മാറി. അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ താമസമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതാനും സ്വഹാബാക്കളെയും കൂട്ടിയിട്ട് മദീനത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ ഒന്ന് നടക്കുകയാണ്. ആ നടക്കുമ്പോൾ മുത്തുനബിയുടെ കൽബിലുള്ളത് എന്താണെന്നറിയോ? മദീന മുനവ്വറയിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലം നോക്കുകയാണ് റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നടത്തത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കണ്ടു. ഹാർട്ട് ഓഫ് സിറ്റിയിൽ പറ്റിയൊരു സ്ഥലം കണ്ടു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ കൂടെയുള്ളവരോട് പറഞ്ഞു, ഈ സ്ഥലം നമുക്ക് പള്ളിക്ക് പറ്റും. അപ്പം നോക്കുമ്പോൾ ആ സ്ഥലം എന്താണ്? നമ്മുടെ നാട്ടിലൊക്കെ കൊപ്പരക്കളം എന്ന് പറയാം, കൊപ്പര ഉണക്കുന്ന സ്ഥലത്ത് കൊപ്പരക്കളം എന്ന് പറയും. എന്ന പോലെ അവിടെ ഈത്തപ്പഴം ഉണക്കാനിടുന്ന ഒരു കളം ആണ്. അതാരുടേതാണെന്ന് ചോദിച്ചപ്പോൾ മദീനയിലെ ഒരു പ്രമുഖ കുടുംബമാണ് ബനു നജ്ജാർ ഗോത്രക്കാർ, അവരുടേതാണ് ആ സ്ഥലം. അവരുടെ കൂട്ടത്തിൽ അത് ആരുടേതാണ്? അത് അനന്തരാവകാശത്തിൽ 2 കുട്ടികൾക്ക് അവകാശപ്പെട്ട് കിട്ടിയിരിക്കുന്ന സ്ഥലമാണ്. അതാണ് നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം. അപ്പോൾ അവരോട് വിവരം പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, നബിയെ, ഈ സ്ഥലം മുഴുവനുമാണോ തങ്ങൾക്ക് വേണ്ടത്? അതല്ല, പള്ളിക്ക് വേണ്ടി ഒരു അടയാളപ്പെടുത്തുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 70 മുഴം നീളത്തിലും 70 മുഴം വീതിയിലും നബി തങ്ങൾ സ്ഥലം അടയാളപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കൂടി നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഈ സ്ഥലമാണ് പള്ളിക്ക് വേണ്ടത്. ഈ സ്ഥലത്തിന് എത്രയാണോ വില അത് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ബനു നജ്ജാർ കബീലക്കാർ അവിടുത്തെ കുറച്ച് പ്രമുഖ കുടുംബമാണ്. അവർ റസൂലുള്ളാഹിനോട് വില പറയാൻ തയ്യാറായില്ല. അവർ പറഞ്ഞു, നബിയെ, തങ്ങളോട് ഞങ്ങളതിന് വില വാങ്ങുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്നാൽ നിങ്ങളെ സ്ഥലം വേണ്ട. അതെന്താ പറയാൻ കാരണം? ഒന്ന്, നബി തങ്ങൾ ഇപ്പം മദീനത്ത് വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കന്നെ ഫ്രീ ആയിട്ട് സ്ഥലം വാങ്ങാൻ നിന്നാൽ അവിടെ കുസുകുസുവിൻ്റെ ആൾക്കാരുണ്ടാവും, മുനാഫിക്കുകൾ. ഓര് പറയും, ഇപ്പം പൂതി കഴിഞ്ഞില്ലേ, ഇപ്പോൾ ഓൻ്റെ സ്ഥലം പോയി, ഞാൻ അടുത്ത എൻ്റെതാണ്. ഇത് പറയാൻ ആരുണ്ടാകും? അല്ലദീ യുവസ്വിസു, ആ എഴുത്തുപോലെ തന്നെയാണ് എൻ്റെ പണി. മനസ്സിലാക്കി? അല്ലദീ യുവസ്വിസു, എവിടെ വസുവാസം ഉണ്ടാക്കൽ? ഫീ സുദൂരിന്നാസ്, മനുഷ്യന്മാരെ മനസ്സിലിങ്ങനെ വസുവാസം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാകും. എന്തെങ്കിലും ഒരു സംഗതിക്ക് ഖൈറ് ചെയ്യാൻ വേണ്ടി നേരത്തെ ഇപ്പം നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു പാവപ്പെട്ട ആൾ വന്നു. അയാളിങ്ങനെ വളഞ്ഞു നിന്നു. എന്താണ് അയാൾ സങ്കടം പറഞ്ഞപ്പോൾ ആ വീട്ടുകാരന് തോന്നി ഇയാൾക്കൊരു 100 റുപ്യ കൊടുക്കാം, ഇയാൾക്കൊരു 100 റുപ്യ കൊടുക്കാം. അയാൾ അകത്ത് കയറി 100ൻ്റെ നോട്ട് വെച്ച് ഇങ്ങനെ പോരുമ്പോൾ പെണ്ണുങ്ങൾ ചോദിച്ചു, അല്ല, ആർക്കപ്പം നിങ്ങൾ 100 കൊടുക്കണേ? അല്ല, അതൊരു പാവപ്പെട്ട ആൾ വന്നിക്കണം, പാവപ്പെട്ടാക്ക് നിങ്ങൾ 100 കൊടുക്കണോ? അയാൾ നിങ്ങളെ മാത്രം നോക്കി വന്നതല്ലോ, പല വീട്ടിലും പോണ ആളല്ലേ, ഇങ്ങനെ എല്ലാവരും ഇനിയും വരൂലേ? അന്നങ്ങൾ അല്ലതി യുവസ്ബിസു.
അപ്പം ഇയാൾക്കും തന്നെ തോന്നി ഇത് 100 കൊടുക്കണ്ട. ഒന്നും കൂടി മുറ്റത്ത് പോയി അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്നെ മാത്രം കണക്കാക്കി വന്നതാണോ? അല്ല, ഞാൻ ഇവിടെയൊക്കെ പോണതാണ്. അത് ശരി, അങ്ങനെയാണല്ലേ. അപ്പം മൂപ്പർ അകത്ത് കയറിയിട്ട് പിന്നെ നോക്കുമ്പം 50 കൊടുക്കണം എന്നാണ് വിചാരിച്ച്. 50 നോട്ട് ഇല്ല, 50 നോട്ട് ഇല്ല. അപ്പം പിന്നെ മൂപ്പർ പുറത്ത് വന്നു. എത്ര പിന്നെ കൊടുത്തത് എന്നറിയാം? കൊടുത്തത് എത്ര? ചില്ലറല്ല എന്നാണ് കൊടുത്തത്. എത്ര? ചില്ലറല്ല. അപ്പൊ കണ്ടങ്ങൾ 50 സദക്ക ചെയ്യുന്നിടത്ത് ഒരു വസുവാസ് ഉണ്ടാക്കിയതാരാ? ഇതാണ് അല്ലദീ യുവസ്വിസു. നമ്മളെ മനസ്സിലിങ്ങനെ തോന്നുകയാണ് ഇയാൾ ഇന്ന മാത്രം കണക്കാക്കി വന്നതല്ലല്ലോ, അപ്പുറത്തും പോകും ഇപ്പുറത്തും പോകും, പിന്നെ ഞാനായിട്ട് വലിയ സംഖ്യ കൊടുക്കണ്ട. വസ്വിസു. ഈ പണി മദീനത്തെടുക്കാൻ അന്ന് മുനാഫിക്കീങ്ങൾ റെഡിയാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വില നിശ്ചയിക്കണം എന്നെങ്കിലേ നിങ്ങളെ സ്ഥലം വേണ്ടൂ. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം വേറുണ്ട്. എന്താണ്? ഈ ഭൂമി ഇത് കുട്ടികളെ സ്വത്താണ്. അത് വില കൊടുക്കാതെ വാങ്ങിയാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ജീവിതത്തിന് ചേർന്നതല്ല. നബി തങ്ങൾ പറഞ്ഞു വില നിശ്ചയിക്കണം, എന്നിട്ട് അത് പള്ളിക്ക് വേണ്ടി വാങ്ങാം. അപ്പോൾ മക്കത്തുനിന്ന് ഹിജറ വന്ന സ്വഹാബാക്കളും മദീനക്കാരായി മുസ്ലിമീങ്ങളായ സ്വഹാബാക്കളും മദീനത്ത് ഭൂമി കച്ചവടമൊക്കെ നടത്താൻ പറ്റിയ അവിടുത്തെ ആൾക്കാരും, അങ്ങനെയാണല്ലോ, അവരൊരു സഭ ചേർന്നിട്ട് ആ സ്ഥലത്തിന് വില നിശ്ചയിച്ചു. അപ്പോൾ അന്ന് മാർക്കറ്റിൽ 2 നാണയമാണ്. ഒന്ന് ദിർഹം, അത് വെള്ളി നാണയമാണ്. മറ്റൊന്ന് ദീനാർ, അത് സ്വർണ്ണ നാണയമാണ്. ഭൂമി പോലത്തെ കച്ചവടത്തിനൊക്കെ ഉപയോഗിക്കാൻ ഏതാണ്? സ്വർണ്ണ നാണയമാണ്. 10 ദീനാറിനോ അല്ലെങ്കിൽ 12 ദീനാറിനോ വില ഉറപ്പിച്ചു. ആ സ്ഥലം ബനു നജ്ജാർ കബീലയിൽ നിന്ന് 12 ദീനാറിന് വാങ്ങാൻ വേണ്ടി കച്ചവടാക്കി. ആ കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം വല്ലാത്തൊരവസ്ഥ. എന്താണ്? റസൂലുള്ള സംഗതിയൊക്കെ പറഞ്ഞ് കച്ചവടാക്കിയെങ്കിലും ആരെ കയ്യിലും കൊടുക്കാൻ പൈസ ഇല്ല. ആരുടെ കയ്യിലും എന്തില്ല? കൊടുക്കാൻ പൈസ ഇല്ല. സാധാരണ ഇതൊക്കെ കൊടുക്കാൻ തയ്യാറാകുന്ന ആളുകൾ മക്കത്തുനിന്ന് സ്വഹാബാക്കൾ വന്നപ്പോൾ അവരെ കയ്യിലുള്ള മുഴുവനും ഉപേക്ഷിച്ചാ വന്നത്. ഒന്നും കയ്യിലില്ലാതെ വന്നിട്ടുള്ളത്. എന്ത് ചെയ്യും? ആ കച്ചവടം നിർത്തി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് സമയം അവിടെ വല്ലാത്തൊരവസ്ഥയായി. ആര് പൈസ കൊടുക്കും? ആ സമയത്ത് സഭയിൽ നിന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിന് എഴുന്നേറ്റു. സിദ്ദീഖ് റളിയല്ലാഹുവിന് കുറച്ച് അപ്പുറത്ത് ഒരു ടെന്റ് കെട്ടിയിട്ട് അവിടെ താമസമുണ്ട്. അവിടെ വാപ്പ അബൂ ഖുഹാഫ തങ്ങളും അവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞു, സഭയിൽ നിന്ന് നബിയെ ഒരല്പസമയം ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് എല്ലാവർക്കും ഒരു സന്തോഷമായി. സിദ്ദീഖ് തങ്ങളാണല്ലോ പോണത്. അപ്പം എന്താ, സിദ്ദീഖ് റളിയല്ലാഹുവിന് ഒരു ഓർമ്മ വന്നു. മക്കത്തുനിന്ന് മുത്തുനബിൻ്റെ കൂടെ ഹിജറ പുറപ്പെടുമ്പോൾ മൂത്ത മകൾ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിൻ്റെ ജ്യേഷ്ഠത്തിയാണ്. അസ്മാ ബീവിക്ക് ഗർഭാണ്, പ്രസവത്തിൻ്റെ സമയം അടുത്തേക്കണ്. അപ്പോൾ വാപ്പ പോകുമ്പം എന്തു ചെയ്തു? അസ്മാ ബീവിൻ്റെ പ്രസവ ചെലവിന് വേണ്ടി കുറച്ച് ദീനാറ് വാപ്പാൻ്റെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങൾ പോന്ന ശേഷം ആരും ഹിജറ പോന്നു? അസ്മാ ബീവിയും ഹിജറ പോന്നു. ഖുബായിലെത്തിയ സമയത്ത് അസ്മാ ബീവി പ്രസവിച്ചു. ആ പ്രസവിച്ച കുട്ടിനെ റസൂലുള്ളാഹിൻ്റെ അടുത്ത് എത്തിച്ചു. അങ്ങനെ റസൂലുള്ള ഹിജറയിൽ ആദ്യം പ്രസവിച്ച കുട്ടിക്ക് റസൂലുള്ള അബ്ദുള്ള എന്ന് പേരിട്ടു. നബി തങ്ങൾ അബ്ദുള്ള എന്ന് പേരിട്ടിട്ട് മധുരം കൊടുത്തു. അപ്പോൾ അസ്മാ ബീവിക്ക് പ്രസവത്തിന് പ്രത്യേക ചെലവൊന്നും വേണ്ടി വന്നിട്ടില്ലല്ലോ. അപ്പോൾ വാപ്പാൻ്റെ അടുത്ത് കൊടുത്ത പൈസ കുറച്ച് അവിടെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് കണക്കൂട്ടിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന് എഴുന്നേറ്റിട്ട് നേരെ വീട്ടിൽ പോയി. വാപ്പ അബൂ ഖുഹാഫ തങ്ങൾ അന്ന് വയസ്സായിട്ട് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ കുറച്ച് മങ്ങിയ സമയമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിന് വീട്ടിൽ കയറി ചെന്നിട്ട് പതുക്കെ, വാപ്പ അന്നത്തെ പഴയ ആൾക്കാരൊക്കെ അങ്ങനെയാണല്ലോ, പൈസ നല്ലോണം സൂക്ഷിച്ചു വെക്കും. നിങ്ങൾ പഴമക്കാരൊക്കെ അങ്ങനെ, ഞങ്ങളെ മാതിരിയല്ല. നിങ്ങളെത്തുള്ള പൈസ കട്ടുകൊണ്ടുപോകാനൊന്നും അത്ര വേഗം കിട്ടൂല. അത് എല്ലാം അങ്ങനെ തന്നെ. പ്രായമുള്ള ആൾക്കാരെങ്ങനെയാണ്, കൊതുക് വരെ പറഞ്ഞില്ലേ, കൊതുകിനെ കടിച്ചിനോടുത്ത് വേറൊരു കൊതുകിനോട് ചോദിച്ചു, ആരാ അവിടെ പുറത്തിരിക്കണത്, വയസ്സുള്ള ആളാണോ അതോ ചെറുപ്പക്കാരാണോ എന്ന് ചോദിച്ചു. വയസ്സുള്ള ആളാണ്. എന്നാൽ ഞാനാണ് പോണില്ല. അപ്പോൾ അതെന്തേന്ന് ചോദിച്ചു. ഒരു അടിച്ചിട്ട് പിന്നൊന്ന് വരുതും, ചാകാതെ യാതൊരു നിവൃത്തിയില്ല. ചെറുപ്പക്കാരാണെങ്കിൽ ഒന്നിങ്ങനെയാണ് കൊട്ടുള്ളൂ, ചെറുപ്പക്കാരനാണെങ്കിൽ ഞാൻ പോയി നോക്കാറുണ്ട്. കൊതുകിന് വരെ വയസ്സന്മാരോട് സൂക്ഷിച്ചേ കളിക്കുള്ളൂ. അതെല്ലാവരും അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ പ്രായമുള്ളവരടുത്ത് പൈസ വേഗം കിട്ടൂല. ഓരോ ശരിക്കും സൂക്ഷിച്ചു വെക്കും.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മെല്ലെ കയറിയിട്ട് വാപ്പാൻ്റെ തലയണൻ്റെ അടിയിൽ നോക്കി അതിൽ നിന്ന് 10 ദീനാറോ അല്ലെങ്കിൽ 12 ദീനാറോ എത്രക്കാണോ കച്ചവടാക്കിയത് ആ പൈസ എടുത്തിട്ട് ആ പൈസയും കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്ന ഒരു വരവുണ്ട്. സിദ്ദീഖ് തങ്ങളിങ്ങനെ വരുമ്പോൾ സ്വഹാബാക്കളൊക്കെ ആകാംക്ഷയോടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വന്നിട്ട് ആ ദീനാർ റസൂലുള്ളാഹിന്റെ കയ്യിലേക്കാണ് ഏൽപ്പിച്ചപ്പോൾ യാ റബ്ബ് യാ റബ്ബ്, ആ ചരിത്രം കിതാബിൽ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ട് കരഞ്ഞു പോകും. അങ്ങനത്തെ ഒരു സംഭവമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പൈസയാണ് കൊടുത്തപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അത് വാങ്ങിയിട്ട് സ്ഥലത്തിൻ്റെ ഉടമക്കാണ് കൊടുത്തു. സ്ഥലത്തിൻ്റെ ഉടമക്കാണ് കൊടുത്തിട്ട് പള്ളിപ്പണി തുടങ്ങി. അയാളെ ഏതില്ല, ഞാൻ ഇനി എൻജിനീയറെ കാണാൻ പോകുക, പഞ്ചായത്തിൽ എഴുതി കൊടുക്കുക, പിന്നെ മറ്റൊരു പാസ്സാക്കുക, പള്ളിയാണെങ്കിൽ കലക്ടറെടുത്ത് സമ്മതം വാങ്ങുക, ഈ വക പരിപാടികളൊക്കെ ഇപ്പം ഉണ്ടായതാണ്. അന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പള്ളിപ്പണിക്ക് തീരുമാനിച്ചു. പള്ളിപ്പണി തീരുമാനിച്ചപ്പോൾ എങ്ങനെയാണ്, എല്ലാവരും കൊണ്ട് എടുക്കുക തന്നെയാണ്. അപ്പം എന്ത് ചെയ്തു, പള്ളിപ്പണിക്ക് ഇങ്ങനെ ഒരു മീറ്റർ കണക്കാക്കിയിട്ട് ഇത്ര മീറ്റർ ദൂരത്ത് ഇത്ര സ്വഹാബാക്കൾ മണ്ണ് കളച്ച മണ്ണ് ആവശ്യത്തിന് ഉള്ളിക്കിടേണ്ടത് ഉള്ളിക്കിടുക, പുറത്തേക്കിടത് പുറത്തേക്കിടുക, അതിനൊക്കെ സ്വഹാബാക്കളെ നിശ്ചയിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, അവരൊക്കെ നല്ല ചെറുപ്പക്കാരും നല്ല തണ്ടും തടിയൊക്കെ ഉള്ള ആൾക്കാരാണ്. അവരേതിന് പോയി, ഈത്തപ്പനെ മുറിച്ചു കൊണ്ടുവരാൻ പോയി. മേലിടണമെങ്കിൽ ഈത്തപ്പൻ്റെ ഓല വേണം, കാല് വെക്കണമെങ്കിൽ ഈത്തപ്പൻ്റെ തടി വേണം, അത് മുറിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയി. അല്ലാഹു റബ്ബി, ഈത്തപ്പനയുടെ ഓല മുടഞ്ഞിട്ടുണ്ടാക്കിയ കൊട്ടുണ്ട്. അതിന് ഉസ്താദന്മാരെ അർത്ഥം വെച്ചത് ചേളക്കൊട്ടാണ്. ഈ കൊട്ട അതിൽ മണ്ണിങ്ങനെ കോരിയിട്ടിട്ട് അത് ആവശ്യമുള്ളിടത്തേക്ക് ഇങ്ങനെ നീക്കിയിടുക. ബഹുമാനപ്പെട്ട മുസ്അബ് റളിയല്ലാഹു അൻഹുവും അമ്മാർ ബിൻ യാസിർ തങ്ങളും ഈത്തപ്പന മരം മുറിച്ചിട്ട് ചുമല് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. രണ്ടാളും ഈത്തപ്പന മരം മുറിച്ചിട്ട് ചുമല് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പള്ളിൻ്റെ പണിൻ്റെ അടുത്തേക്കാണ്ട് എത്തിയപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. എന്താ കാരണം? സ്വഹാബാക്കൾ ഈത്തപ്പനയുടെ ഓല കൊണ്ട് മുളഞ്ഞുണ്ടാക്കിയിരിക്കുന്ന കൊട്ടയിൽ സ്വഹാബാക്കൾ ഇങ്ങനെ മണ്ണ് വാരി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി ഒഴിക്കുന്ന കൂട്ടത്തിൽ ആരംഭ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊട്ടയിൽ മണ്ണെടുത്തിട്ട് ചുമലിൽ വെച്ചുകൊണ്ട് അവരെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണും ചുമന്ന് നബി തങ്ങൾ നടക്കുന്ന കാഴ്ച കണ്ടു. അമ്മാർ തങ്ങൾ പറയുകയാണ്, വെളുപ്പ് നിറത്തിൽ ചുവപ്പ് നിറം കലർന്ന മുത്തുനബിയുടെ ശരീരം ആകെ മണ്ണിൻ്റെ നിറമായിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ട് വരുന്ന അമ്മാർ തങ്ങൾ ചുമരിലുള്ള ഈത്തപ്പന തടി താഴെ ഇട്ടിട്ട് ഓടി ചെന്നിട്ട് പറഞ്ഞു, നബിയേ തങ്ങൾ ഈ പണിയെടുക്കല്ലും, തങ്ങൾ ഈ ജോലി ചെയ്യല്ലും നബിയേ, എനിക്കത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അമ്മാർ തങ്ങൾ പറഞ്ഞു, നബിയേ നിങ്ങൾക്ക് വേണ്ടി മണ്ണ് ഞാൻ എടുത്തോളാം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അമ്മാറെ നീ എന്താണ് വിചാരിക്കുന്നത്? ബസറയിൽ നിന്ന് കാരക്ക കൊണ്ടുവന്നിട്ട് മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കുന്നത് പോലെ ഇത് മുതലാളിയും തൊഴിലാളിയും പണിയെടുക്കേണ്ട സ്ഥലമാണോ? ഇത് നമുക്ക് ആ ഈത്തപ്പഴം ബസറയിൽ നിന്ന് കൊണ്ടുവന്നത് എത്തിക്കല്ലോ, ഇത് അള്ളാഹിൻ്റെ പള്ളിക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ? അപ്പോൾ ബഹുമാനപ്പെട്ട അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ നിങ്ങൾ ഇനി മണ്ണ് ചുമലിലേറ്റിക്കൊണ്ട് നടക്കല്ലേ നബിയേ, ഞാൻ ചെയ്തോളാം. തങ്ങൾക്ക് വേണ്ടി ഒരു കൊട്ട ഞാൻ എടുത്തോളാം, ഒന്ന് എനിക്കും 2 കൊട്ട മണ്ണ് ഞാൻ എടുത്തോളാം. 2 കൊട്ട മണ്ണ് ഞാൻ എടുത്തോളാം, ഒന്ന് എനിക്ക് വേണ്ടിയും ഒന്ന് തങ്ങൾക്ക് വേണ്ടിയും. നബിയെ ഒന്ന് തങ്ങൾക്ക് വേണ്ടിയും ഒന്ന് എനിക്ക് വേണ്ടിയും, അങ്ങനെ മണ്ണ് ഞാൻ ചുമന്നോളാം. അതാണ് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അമ്മാറെ നീ എന്താണ് വിചാരിക്കുന്നത്? 2 കൊട്ട മണ്ണ് പള്ളിപ്പണിൻ്റെത് നിന്റെ ചുമലിൽ നീ വെച്ചാൽ അതിൻ്റെ ഗുണം നിന്റെ ഖബറിലേക്കാണ് കിട്ടുക, എൻ്റെ ഖബറിലേക്ക് കിട്ടണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യണ്ടേ അമ്മാറേ? ഇതാരാ പറയണത്? ഇതാരാ പറയണത്? ഇവിടെയാണ് പള്ളിപ്പണിയൊക്കെ നമ്മൾ കാണേണ്ടത്. അമ്മാർ റളിയല്ലാഹു അൻഹു 2 കൊട്ട ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ നീ 2 കൊട്ട മണ്ണെടുത്താൽ നിന്റെ ഖബറിലേക്കാണ്, നിന്റെ ഖബറിലേക്ക് നീ പോകും, എൻ്റെ ഖബറിലേക്ക് ഞാൻ പോകും. നാട്ടിൽ പല സ്ഥലത്തും അറബികൾ പള്ളിയെടുക്കുന്നുണ്ട്, അത് അവർക്ക് സ്വർഗം കിട്ടാനാണ്. കഷ്ടപ്പെട്ട നാട്ടിലൊക്കെ അത് വലിയ ഉപകാരമാണ്.
നിങ്ങളുടെ ഈ പ്രദേശത്ത് അൽഹംദുലില്ലാ കുറേ ദുബായ്ക്കാരും കുറേ നാട്ടുകാരും അങ്ങനെ തുടങ്ങിയിട്ട് ഉമ്മമാരും പെങ്ങന്മാരും നിങ്ങൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇത് പൊളിച്ച് നന്നാക്കുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗം അത് നമ്മളാണ്ട് ഏറ്റെടുക്കുക. അതിൻ്റെ തറപ്പണി ആ തറ പണിയെടുക്കുമ്പോൾ 10 ലക്ഷം ഉറുപ്പ്യ ആകും. സാധിക്കുന്ന ഒരാൾ പറയാം, അതിനി വേറെ ആരെയും നോക്കണ്ട, ആ തറ ഞാനുണ്ടാക്കി തരാം. അതിൻ്റെ ചുമര് കെട്ടാൻ വേണ്ടി 5000 കല്ല് വരും, അത് ഞാൻ വാങ്ങിത്തരാം. അതിന് 10 പില്ലർ വരും, ഒരു പില്ലർ ഞാനുണ്ടാക്കാം, ഒരു പില്ലർ മറ്റോനുണ്ടാക്കാം, ഒരു പില്ലർ മറ്റോനുണ്ടാക്കാം. അതിന് 3 ലോഡ് സിമെന്റ് വരും, ഒരു ലോഡ് സിമെന്റ് ഞാൻ വാങ്ങിത്തരാം, ഒരു ലോഡ് ഞാൻ വാങ്ങിത്തരാം, ഒരു ലോഡ് ഞാൻ വാങ്ങിത്തരാം. അതിന് എത്ര ടണ്ണ് കമ്പി വരും? 10 ടണ്ണ് കമ്പി വരും. ഒരു ടണ്ണ് കമ്പി എൻ്റെ വക, ഒരു ടണ്ണ് മറ്റേ ആളെ വക, ഒരു ടണ്ണ് മറ്റേ ആളെ വക. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ ഒരു വാപ്പയും 3 മക്കളും ഉണ്ടെങ്കിൽ 3 മക്കൾ കച്ചവടക്കാരാണ്. വാപ്പാൻ്റെ പഴയ കച്ചവടത്തിന് മക്കളാണ്. വാപ്പയും മക്കളും കൂടി ഒന്ന് ചേരുക. ഞമ്മക്ക് സുജൂദ് ചെയ്യാനുള്ള പള്ളി, ഞമ്മക്ക് മരിച്ചു കിടക്കാനുള്ള പള്ളിപ്പറമ്പ്, അവിടെ ഉണ്ടാക്കുന്ന പള്ളിക്ക് മോനെ ഞമ്മക്ക് തന്നെ പോയി ജുമാ നിസ്കരിക്കാനുള്ള പള്ളിയാണിത്, ഞമ്മക്ക് തറാവി നിസ്കരിക്കാനുള്ള പള്ളിയാണിത്, ഞമ്മക്ക് ഫർള് നിസ്കരിക്കാനുള്ള പള്ളിയാണിത്. ഉമ്മാര് പറയണം മക്കളോട്, മക്കളെ നമ്മളെ വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുന്ന പള്ളിയാണിത്. നമ്മളെ വാപ്പപ്പാപ്പന്മാരൊക്കെ ഇത്രയും കഴിവില്ലാത്ത കാലത്ത് ഇന്ന് ഞമ്മക്കുള്ള കഴിവ് നമ്മളെ വാപ്പാർക്കുണ്ടോ? ഉണ്ടോ? ഇന്ന് ഞമ്മക്കുള്ള സ്വാധീനം നമ്മളെ വാപ്പാർക്കുണ്ടോ? പടച്ചോനെ, ഇന്ന് സാധുവും മുതലാളിയും രണ്ടില്ല. ആർക്കും 1 ലക്ഷം 1 കോടി എന്നൊന്നും പറയാൻ ആർക്കും ഒരു പേടിയില്ല. സഹായ കല്യാണത്തിനും കൂടി 3 ചോറുണ്ടാവും പ്രാവശ്യം. ഇല്ലാത്തൊരു സഹായ കല്യാണം ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ചെന്നാലും എന്തുണ്ടാകും? ഒരു മന്തി, ഒരു കുഴിമന്തി, ഒരു സാധാരണ ബിരിയാണി, 3 ചോറ് അവിടെ ഉണ്ടാവും. പിരിവെടുത്തിട്ട് കല്യാണം നടത്തുന്നിടത്ത് എന്ന് നോക്കിയാലും ഉണ്ടാകും ആ മറ്റേ ഫോട്ടോ എടുക്കണം ഞങ്ങൾ ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെയൊക്കെ പാടെ കൂടിയിട്ട്. ഇപ്പൊ സാധു മുതലാളിയൊന്നും വ്യത്യാസമില്ലാത്തൊരു കാലമായി. അള്ളാഹു നമുക്ക് നിഅമത്ത് ചെയ്തു തന്നതാ അല്ലേ? സന്തോഷിക്കുക. പക്ഷെ ആ നിഅമത്തിനൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു 500 ആളുകൾ, ഒരു 500 കുടുംബം, ആ 500 കുടുംബം ഏറ്റെടുക്കുക. നമ്മളെ പള്ളിൻ്റെ ഓരോ ഭാഗം ഇങ്ങനെ ഏറ്റെടുത്തിട്ട് അൽഹംദുലില്ലാ കുബ്ബ എൻ്റെ വക, അൽഹംദുലില്ലാ ഒരു മുനാരം എൻ്റെ വക, അൽഹംദുലില്ലാ ഒരു മുനാരം മറ്റേ ആളെ വക, പള്ളിക്ക് മൊത്തം വരുന്ന ജനൽ എൻ്റെ വക, പള്ളിൻ്റെ മെയിൻ വാതിൽ എൻ്റെ വക, പള്ളിൻ്റെ മിമ്പർ എൻ്റെ വക, പള്ളിൻ്റെ കാർപ്പറ്റ് എൻ്റെ വക. എത്ര സുഖമുണ്ട് ഉണ്ടാക്കാൻ! അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇവിടെ വന്നപ്പോൾ ഇങ്ങനൊരു പള്ളി നിങ്ങൾ പൊളിച്ച് നന്നാക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ സന്തോഷമാണ് പങ്കുവച്ചതാണ് നിങ്ങളോട്. ഇനി ഈ കൂട്ടത്തിലുള്ള ആർക്കും ആലോചിക്കാം എനിക്ക് എത്ര കഴിയും എന്നത്. മറ്റോനെത്ര കഴിയും എന്നല്ല നമ്മൾ ആലോചിക്കേണ്ടത്, എനിക്ക് എത്ര കഴിയും എന്നാണ് ആലോചിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും അമ്മാറിനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, മോനെ നിന്റെ ഖബറിലേക്ക് നീ പോകും, എൻ്റെ ഖബറിലേക്ക് ഞാനും. അപ്പം നമ്മളെ സഹോദരിമാരൊക്കെ ഞങ്ങളെ ആ നാട്ടിൽ കൂടെ ഒക്കെ ആണെങ്കിൽ റബ്ബർ എസ്റ്റേറ്റ് തൊഴിലാളികളാണ് ഞങ്ങളെ നാട്ടിൽ കൂടെ, മലയോര പ്രദേശം. അവിടെ വയറു പറഞ്ഞ ചില പെണ്ണുങ്ങളൊക്കെ ഒരു ചെറിയ മോതിരം ഊരിത്തരും. ഇവിടെ ഇപ്പം അതിന് പെണ്ണുങ്ങളെ കഴിയുമ്പോൾ മോതിരമില്ലല്ലോ, ഒക്കെ വളയല്ലേ. അപ്പോൾ ഓല് തരുമ്പോൾ ഏത് കിട്ടും? വള കിട്ടും. അപ്പം അതുകൊണ്ട് പെണ്ണുങ്ങളെടുത്തുനിന്ന് ഓരോ പവൻ, 5 പവൻ 3 പവൻ്റെ ഒക്കെ വള കിട്ടും. അത് പെണ്ണുങ്ങൾ കൊടുക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ USB എന്ന് പറയാൻ നിൽക്കണ്ട, ഓലത് ഓല് കൊടുത്തോട്ടെ, ഓല കബറിലേക്ക് ഓല് പോകും, നിങ്ങളെ കബറിലേക്ക് നിങ്ങൾ വരും. അല്ലതി ഞങ്ങൾ ഓതണില്ലല്ലോ ബാക്കി. ഒറ്റ കുട്ടി ബാക്കി ഓതണില്ല, ഞാൻ തന്നെ ഓതാൻ കാത്തിക്കാണ്. അല്ലതി USB. അതിനാരും നിൽക്കണ്ട, കൊടുക്കാൻ വിചാരിച്ചോ ഓനാണ് കൊടുത്തോട്ടെ. ഞാൻ എൻ്റെ പെണ്ണുങ്ങൾ വയലാക്കാൻ പോയിട്ട് ഓളിങ്ങനെ ഓരോന്ന് ഏറ്റിങ്ങാണ്ട് വരൽ തുടങ്ങി, നേർച്ചയാക്കിയിട്ടും പറ്റും. എനിക്കെന്തെങ്കിലും ഒരു ചില്ലറക്കായി കിട്ടിയാൽ മാസം ഓളെ നേർച്ചക്കടം വിടാനുള്ളൂ. അപ്പം ഞാൻ നാളെ ഓളോട് പറഞ്ഞു, ഇജ്ജിഞ്ഞി ഒരു കാര്യം ചെയ്താൽ ഇജ്ജിഞ്ഞി ചെല്ലാൻ നേർച്ചയായിക്കോ.
കഴിവപ്പെട്ടതല്ലേ കൊടുക്കേണ്ടേ ഉള്ളൂ അല്ലേ? ഇനി ചെല്ലാൻ തീർച്ചയായും ചോദിച്ചു. ഇപ്പം അങ്ങനെ 4444 ചെല്ലും കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അപ്പോൾ അങ്ങനെ സാധിക്കാത്ത മോമിനിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകും, സാധുക്കളായ ആൾക്കാർ. ഓല് പങ്കാളികളാകണം. ഓലെങ്ങനെ പങ്കാളിത്തം? തീരെ കഴിവില്ലാത്ത ആൾക്കാർ ഓലെന്ത് ചെയ്യണം? ഇൻ്റെ വക 1000 റുപ്യ തരാൻ പറ്റുള്ളൂ. ഈ പള്ളി ഇവിടെ പണി നടക്കുമ്പം ഒരു പങ്കാളിത്തം വഹിക്കാത്ത ഒരാണും പെണ്ണും ഈ മഹല്ലത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരാൾ 10 ലക്ഷം കൊടുക്കും, മറ്റേ ആൾ 1000 കൊടുക്കും. ഒരാൾ 1 ലക്ഷം കൊടുക്കും, മറ്റേ ആൾ 100 കൊടുക്കും. കൊടുക്കാത്ത ഒരാളുണ്ടാകാൻ പാടില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ പള്ളി ഇങ്ങനെ ഒരു 3 കോടി ഉറുപ്പ്യ പള്ളിക്ക്, ഒരു 1.5 കോടി ഉറുപ്പ്യ മദ്രസയ്ക്ക്, ഇതൊക്കെ ഞാൻ സുമാറ് പറയാട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 5 കോടി ഉറുപ്പ്യ ഉണ്ടാക്കേണ്ടി വന്ന അൽഹംദുലില്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പടച്ചോനെ, ഇതൊക്കെ ഞങ്ങളൊരാഗ്രഹമാണ്, നീ സാധിപ്പിച്ചു തരണേ അല്ലാ. ഇനി നമ്മൾ കുടുംബജീവിതത്തേക്ക് കിടക്കല്ലേ. എന്നോട് വയല് പറയാൻ വേണ്ടി ഏൽപ്പിച്ചത് അതാണ്. ഇത് ഞാൻ എൻ്റെ വക പറഞ്ഞതാണ്. ഇവിടുത്തെ ഒരു സന്തോഷ വാർത്ത കേട്ടപ്പോഴേ, അള്ളാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വീടും കുടുംബവും ഞങ്ങളെ മക്കളും ഭാര്യമാരും ഞങ്ങൾക്ക് നീ ഖൈറിൻ്റെ വാതിൽ തുറന്നു തരണേ അല്ലാ. ആദ്യത്തെ മനുഷ്യൻ നബിയുല്ലാഹി ആദം, ആദ്യത്തെ ഉമ്മ ബീവി ഹവ്വ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമ്മളെ ആലോചിക്കാം. നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രക്തബന്ധ കുടുംബമാണ്. രക്തബന്ധ കുടുംബം അതെങ്ങനെ? കുടുംബം വാപ്പ ഉമ്മ അല്ലേ, വല്യമ്മ വല്യപ്പ, അങ്ങോട്ട് എത്ര മേലോട്ട് പോയാലും ഉമ്മാൻ്റെ അമ്മ വാപ്പാൻ്റെ അമ്മ അങ്ങനെ അങ്ങോട്ട് കണക്കാക്കിയിട്ട് അതാണ് കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തേത് താഴോട്ട് നമ്മളെ നേരെ മക്കളെ മക്കൾ. മോനെ, കുട്ടി ആ ചായ കൊടുക്കുന്നവനെ അവിടുന്നേ കൊടുത്തു പോന്നോ, അവിടെ കൊടുത്തിട്ട് പോയിരിക്കും. ഇതിപ്പോൾ ഇവിടെ തന്നെ കൊടുക്കണമെന്ന്, അത് അവിടുന്ന് കൊടുത്ത് ഇങ്ങനെ പോന്നാൽ മതി. ഈ മുന്നിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുമ്പോഴേ നമ്മളിങ്ങനെ ഇത് നോക്കിക്കണം. അടുത്തെത്തുമ്പോൾ തീർന്നാൽ പിന്നെ എങ്ങോട്ടാണ് നോക്കേണ്ടതെന്ന് അറിയില്ല. എന്തിനാ വയലാൻ നിൽക്കണം അല്ലേ? ബാക്കിന്ന് കൊടുത്ത് ഇങ്ങനെ പോരുക. അപ്പം നമ്മളെടുത്ത് എത്തുമ്പോൾ ആർക്കും കിട്ടും, ഞമ്മക്കും കിട്ടും. കിട്ടിയില്ലേ, കമ്മിറ്റിക്കാരെ കുറ്റം പറയാൻ നിൽക്കണ്ട. അടുത്ത കൊല്ലം ബറാത്തിന് നന്നാക്കി യാസീനോദ. അതല്ലാതെ ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും പറയാൻ നിൽക്കണ്ട. ഭക്ഷണം അള്ളാഹു തആല മുടക്കാതെ തരും. ബറാത്തിന് യാസീനോദണം. എൻ്റെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ എല്ലാ കൊല്ലവും ബറാത്തിന് അന്ന് 2 യാസീനോദ്. ഞാൻ എവിടെ ചെന്നാലും 2 ഭക്ഷണം ഏറ്റവും ചുരുങ്ങിയതുണ്ടാവും. ഒന്ന് നെയ്ച്ചോറും ഒന്ന് സാദാ ചോറും. ഇന്നിപ്പോൾ ഭക്ഷണം കഴിച്ചാൽ പെരക്കാരൻ്റെ മഹ്മൂദ് അവിടെ ചെന്ന് നോക്കുമ്പോൾ നല്ല ഭക്ഷണം, ഒരു 3-4 ഇനം ഭക്ഷണം. അത് പിന്നെ നിങ്ങളെ ഈ നാട്ടുകാർ ഭക്ഷണം കൊടുക്കാൻ വലിയ മിടുക്കന്മാരാണ്. പെണ്ണുങ്ങളും നിങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ്. അള്ളാഹു തആല ഖൈറായ ഭക്ഷണം നമുക്ക് തരട്ടെ. അപ്പം എന്താ കാരണം? ഞാൻ എവിടെ ചെന്നാലും 2 ഭക്ഷണം ഉണ്ടാവും. എന്താ? നമ്മളെ നാട്ടിൽ ഒരു പള്ളിയിൽ ബറാഅത്തിന് യാസീൻ ഓതൽ അസറിൻ്റെ ശേഷം, മറ്റേ പള്ളിയിൽ ബറാഅത്തിന് യാസീൻ ഓതൽ മഗ്‌രിബിൻ്റെ ശേഷം. അപ്പം ഞാൻ ഈ പള്ളിക്കലും കൂടും ആ പള്ളിക്കലും കൂടും. അപ്പം ബറാഅത്തിന് റിസ്ക്കിന് തന്നെ എത്ര യാസീനായി? റിസ്ക്കിന് തന്നെ 2 യാസീനായി. അതുകൊണ്ടാണ് എനിക്ക് എവിടെ ചെന്നാലും ഭക്ഷണത്തിന് യാതൊരു ക്ഷീണമല്ല. അതിലിപ്പോൾ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങളും എന്താക്കാൻ നല്ല യാസീൻ ഓതുക. അല്ലാഹു തആല ഖൈറ് തരട്ടെ. ഇതിൻ്റെ ഭാര്യ നല്ലപോലെ മനസ്സിലാക്കിക്കണം. അങ്ങനെയാണ് ഞാൻ ഇന്നാൾ വീട്ടിലേക്ക് പോകുമ്പോഴേ നല്ല കുറച്ച് മീൻ വാങ്ങി. മാന്തൾ മീനുണ്ടല്ലോ വലുത്, മാന്ത. അത് വാങ്ങിയിട്ട് പെരിയെ കൊണ്ടുപോയി ളുഹറിൻ്റെ നേരം കുറച്ച് വാങ്ങി കൊടുക്കാൻ 1/2 മണിക്കൂറോളം മീൻ വാങ്ങി പെരിയെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ ളുഹർ നിസ്കരിക്കാൻ പോകും. നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഇങ്ങനെ മാന്തൾ മീൻ പൊരിച്ചതും ചോറും കണക്കാക്കിയിട്ട് ഇങ്ങനെ വരികയാണ്. ഭാര്യ ചോറൊക്കെ കൊണ്ടുവന്ന് വെച്ചു. ചോറ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ മീൻ കാണാനില്ല. അപ്പം ഞാൻ ചോദിച്ചു, അല്ല നമ്മളെ മീൻ എന്തായി പോയിന്ന് വെച്ചു. അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞ്, മീൻ നന്നാക്കി ഞാനിവിടെ വെച്ചിരുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ പേരക്കുട്ടീൻ്റെ മോളെ കുട്ടി കരഞ്ഞപ്പോൾ ഞാൻ കുട്ടീനെ എടുക്കാൻ വേണ്ടി പോയി. എന്നിട്ടോ തിരിച്ചു വന്ന് നോക്കുമ്പം പൂച്ച മീൻ കൊണ്ടുപോയി. അപ്പം ഞാൻ ചോദിച്ചു, 2 മീനും കൊണ്ടുപോയോ എന്ന് ചോദിച്ചു.
അപ്പോൾ ഓള് പറഞ്ഞു പൂച്ചി ഇങ്ങളെ മാതിരി 2 യാസീൻ ഓതിയും തോന്നുന്നു. ഈ ജാതി പെണ്ണുങ്ങൾ എങ്ങൾക്കൊക്കെ കിട്ടിയാണ്ടല്ലോ നിങ്ങൾ കഴിച്ചിലായി. അതാണ് ഒരു കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഇങ്ങനെ പോലീസും പട്ടാളമായിട്ട് നിൽക്കുകയല്ല വേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ചിരിയും കളിയും തമാശയൊക്കെ പറയണത് ഉണ്ടാവില്ലേ? അതൊക്കെ ഉണ്ടാവണം. അപ്പോഴാണ് ഒരു കുടുംബമാകുക. അല്ലാതെ മൂപ്പരിങ്ങനെ ഭയങ്കര ഒരു പട്ടാളക്കാരനായിട്ട് അതിൽ സിറ്റ് ഔട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ടാലും യാ റബ്ബേ ആരാപ്പ ഈ നടക്കണത്? കുട്ടികളൊക്കെ ഇങ്ങനെ വന്നിട്ട് കുട്ടികൾ എത്തി നോക്കിയിട്ട് ഇങ്ങനെ പോകുകയാണ് വാപ്പാൻ്റെ അടുത്തേക്ക്. അതല്ല, ഒരു സോഷ്യൽ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ കുടുംബത്തിൽ മുത്തുനബി പഠിപ്പിച്ചിരിക്കുന്ന ഒരു സംഗതിയിലേക്ക് പോകാം നമുക്ക്. എന്താണത്? ബഹുമാനപ്പെട്ട അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പഠിപ്പിച്ചത്, നിങ്ങൾ ഒരു വീട്ടിൻ്റെ കുടുംബത്തിൽ വാപ്പാൻ്റെ വാപ്പ, ഉമ്മാൻ്റെ ഉമ്മ, അങ്ങനെ മേലോട്ട്, മക്കൾ താഴോട്ട്, നമ്മുടെ അപ്പുറവും ഇപ്പുറവും, നമ്മുടെ ജ്യേഷ്ഠത്തി അനുജത്തി, ജ്യേഷ്ഠൻ അനുജൻ, ഈ ചേർന്ന് നിൽക്കുന്ന ഇതാണ് രക്തബന്ധ കുടുംബം. ഇതേപോലത്തെ മറ്റൊരു കുടുംബമാണ് വിവാഹബന്ധ കുടുംബം. നമ്മൾ കല്യാണം കഴിച്ച പെണ്ണ്, അവളെ ഉമ്മ, അവളെ ഉപ്പ. കണ്ടോ? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഭാര്യൻ്റെ ഉമ്മാക്ക് എന്താ പറയുക, അമ്മായിമാന്നോ അമ്മായിന്നോ? അമ്മായി അല്ലേ? അപ്പം 2 ഉമ്മയായി നമുക്ക്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ഉമ്മ, ഭാര്യൻ്റെ ഉമ്മ. അപ്പം നമ്മളെ രക്തബന്ധം, വിവാഹബന്ധം, ഈ 2 ബന്ധത്തിലെ കുടുംബം ചേർന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് അനന്തരാവകാശം എടുക്കുന്ന കുടുംബവുമുണ്ട്, അല്ലാത്ത കുടുംബവും ഉണ്ടാകും. ഈ ചേർന്ന കുടുംബത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ സ്ഥിതി ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ആദം, ഇബ്ലീസിനെ അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവിടെ ആദം നബി അലൈഹി സ്വലാമിനെ താമസിപ്പിച്ചു. സ്വർഗത്തിലാണ് ചെന്ന് നോക്കുമ്പോൾ എന്താ അവിടുത്തെ സുഖം. അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ എത്തിക്കട്ടെ. അവിടെ പോയി നോക്കണ്ട അതിൻ്റെ സുഖം അറിയുകയാണെങ്കിൽ യാ റബ്ബ് യാ റബ്ബ്. സ്വർഗത്തേക്ക് നമുക്ക് കുറച്ചേരം പോകല്ലേ സ്വർഗത്തിൽ കൂടെ, അല്ലേ ആജിക? നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഒന്ന് കുറച്ചേരം പോയി സ്വർഗത്തിലൊന്ന് പോയി വരിക നമ്മൾ. പിന്നെ അവിടെ എത്തിയാൽ ഞാൻ ഇനി പോരുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കരുത്. നമ്മൾ കരാർ അടിസ്ഥാനത്തിൽ പോകുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ. അള്ളാഹുവിനെ ഖൈറ് നൽകണേ അള്ളാഹ്. എല്ലാവരും ഒന്നിൻ്റെ ഒപ്പം പോയി നമുക്കൊന്ന് സ്വർഗത്തിൽ പോകാം. ഞാൻ സ്വർഗം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി സമാനിയത്ത അബ്വാബ്. സ്വർഗത്തിന് 8 പ്രധാന ഗേറ്റുകളാണ്. എത്ര ഗേറ്റാണ്? 8 പ്രധാന ഗേറ്റ്. ഇന്നാൾ ആരോ ചോദിച്ചു 8 ഉള്ളൂ ചോദിച്ചു. ഓൻ്റെ വിചാരം നമ്മളെ ഇവിടുത്തെ വാതിൽവലയാണ്. നമ്മളിപ്പോൾ ഈ സ്ഥലത്തിന് എന്താ പറയാ, ഇവിടുത്തെ ഈ സ്ഥലത്തിന് കടായപ്പുറം. കടായപ്പുറം ഈ മഹല്ലുണ്ടായ ശേഷം ഇനി ഖിയാമത്ത് നാൾ വരെ ഉള്ള ആൾക്കാർ എല്ലാവരും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടിയാൽ ഈ നാട്ടുകാർ എത്ര ഉണ്ടാവും? ഒരു സുമാറാണ് പറഞ്ഞോളി, പേച്ചെങ്കിൽ പേച്ചോട്ടെ. എത്ര ആളുണ്ടാവും? അത്രയൊക്കെ ഉണ്ടാവും ഈ നാട്ടുകാർ. നമുക്കൊരു ചെറിയ കണക്ക് പറയാം. നമ്മളെ കടായിപ്പുറത്തുകാർ മാത്രം ഒരു 10 ലക്ഷം ആളുണ്ടാവും എന്ന് കൂട്ടാൻ നമ്മൾ, അല്ലേ? 10 ലക്ഷം ആൾക്കാർ ഒന്നിച്ചിങ്ങനെയാണ് ചെന്നാൽ തിരക്കാതെ ഒരു ഗേറ്റിൽ കൂടെയാണ് പോകാം. 8 ഗേറ്റ് പോരെ? അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അങ്ങനെ നമ്മൾ സ്വർഗത്തിൽ 8 കവാടാണ്. ഏത് ഗേറ്റ് തുറന്നാലും ആ ഗേറ്റിൻ്റെ അടുത്തൊക്കെ ഒരു മല കാണും. അതേതാണ്? ജബലു യുഹിബ്ബുനാ വനുഹിബ്ബുഹു. നമ്മൾ അങ്ങോട്ടും നമ്മൾ ഇങ്ങോട്ടും മഹബത്ത് വെക്കുന്ന ഒരു ഈമാനിൻ്റെ പർവ്വതം. അതേതാ? 7.5 മീറ്റർ നീളവും 3.5 മീറ്റർ വീതിയും ഉള്ള ഉഹദ് മലയാണ് സ്വർഗത്തിൻ്റെ വാതിൽക്കൽ ആദ്യം നമ്മളെ അഭിവാദ്യം ചെയ്യാൻ കാത്തു നിൽക്കുന്ന മല. കഥ പറയുന്ന പർവ്വതങ്ങൾ കിതാബിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്നി ലഅജിദു റീഹൽ ജന്നത്തി മിൻ ഖിബലി ഉഹദ്. ഉഹദിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ സ്വർഗത്തിൻ്റെ വാസന കേട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഉഹദ് മല. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണേ. ഞാനീ പറയണതും നിങ്ങൾ കേൾക്കണതും നമുക്ക് 2 കൂട്ടർക്കും ഉപകാരപ്പെടണം. പണ്ട് മദ്രസയിൽ ഉസ്താദ് ഒരു ക്ലാസ് എടുത്തു. അത് ഖിയാമത്ത് നാളിനെ പറ്റിയുള്ള ക്ലാസ്സാണ്. ഖിയാമത്ത് നാളിൻ്റെ സംഗതിയൊക്കെ പറഞ്ഞു. ഇസ്രാഫീൽ അലൈഹിസ്സലാം വരിക, സൂറെന്ന കാഹളത്തിൽ ഊത, മലകളൊക്കെ പൊടിപൊടിയാകുക. ഇതൊക്കെ പാടെ ഇയാൾ ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ ഒരു കുട്ടി നീച്ചങ്ങാണ്ട് ചോദിച്ചു, ഉസ്താദെ അന്ന് മദ്രസ ഉണ്ടാകുമോ ചോദിച്ചു.
നിങ്ങൾ ഇങ്ങനെ വയലേക്കാൻ നിന്നാലേ ഈ സംഗതി എവിടെ എത്തൂല. അതുകൊണ്ട് നിങ്ങളൊന്ന് എൻ്റെ കൂടെ നിൽക്കണം, അപ്പോഴേ നമുക്കത് അധ്വാനം മുതലാവുള്ളൂ. എൻ്റെ നാട്ടിൽ നിന്ന് 3.25 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞാനിവിടെ എത്തിയത്. പാലക്കാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന, അപ്പുറത്ത് ഊട്ടിയോട് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന നിലമ്പൂരാണ് എൻ്റെ രാജ്യം. ഞാൻ അവിടുന്ന് യാത്ര ചെയ്തത് മുതലാകണമെങ്കിൽ ചുരുങ്ങിയത് 2 മണിക്കൂർ നിങ്ങളോട് വയല് പറയണം. അതിൻ്റെ മുമ്പ് നിർത്തും നിങ്ങൾ വിചാരിക്കണ്ട, അതിൻ്റെ ഇടയ്ക്ക് പോകാനും വിചാരിക്കണ്ട. നിങ്ങൾക്ക് വയല് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് പേരിലെത്താം. എനിക്ക് 4 മണിക്കൂർ വേണം. അപ്പം അള്ളാഹുവെ ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ തരണേ അള്ളാ. എന്താ നമ്മൾ പറഞ്ഞതിന്? സ്വർഗത്തിൻ്റെ അങ്ങോട്ടത്തെ ഉഹദിന്റെ ഭാഗത്തുനിന്ന് സ്വർഗത്തിന്റെ വാസന വരുന്നു. അവിടെയാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, സ്വർഗത്തേക്ക് നമ്മളാണ് കടക്കുമ്പോൾ ഉഹദ് മല, ആ ഉഹദ് മലയുടെ താഴ്ഭാഗത്ത് ഇപ്പം നമ്മൾ സ്വർഗത്തിലെത്തിട്ടോ, ഉഹദ് മലയുടെ താഴ്ഭാഗത്ത് കൂടെ ഇങ്ങനെ പോവുകയാണ്. അല്ലാഹു റബ്ബി, നമ്മളെ ആലിമീങ്ങൾ, വലിയ വലിയ ആലിമീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ കഴിഞ്ഞുപോയി, സമസ്തന്റെ 1ാമത്തെ അധ്യക്ഷൻ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കഴിഞ്ഞുപോയി, 2ാമത്തെ അധ്യക്ഷൻ. അല്ലാഹു റബ്ബി, 3ാമത്തെ സമസ്തയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മൗലിയാർ പാപ്പ വഫാത്തായി. 4ാമത്തെ സമസ്തയുടെ അധ്യക്ഷൻ സദഖത്തുള്ള മുസ്ലിയാർ വഫാത്തായി. 5ാമത് സമസ്തയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായി. അല്ലാഹു റബ്ബി, നമുക്കൊക്കെ അറിയുന്ന ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾ പാപ്പ വഫാത്തായി. MA ഉസ്താദ് വഫാത്തായി. ഇപ്പം നമ്മളെ സുന്നത്ത് ജമാഅത്തിൻ്റെ 2 സമസ്ത ഉണ്ട്. ഒന്നിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട ജിഫരി തങ്ങൾ, മറ്റേൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ആരുണ്ട്? സുലൈമാ ഉസ്താദ്, AP ഉസ്താദ്. നമ്മൾ ഓരൊക്കെ വലിയ മഹാന്മാരാണ്. അള്ളാഹു ഓൽക്കൊക്കെ ഖൈറ് കൊടുക്കട്ടെ. ഓലൊക്കെ തണലിൽ ഇങ്ങനെ പോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. കുറ്റം പറയാൻ നിൽക്കണ്ട. ഓല് ടാറ്റടിച്ച് സ്വർഗത്തിൽ പോകും. കുറ്റം പറഞ്ഞാൽ നമ്മൾ പുറത്ത് നിൽക്കേണ്ടി വരും. ആക്ഷേപം പറഞ്ഞാൽ നമ്മളെവിടെ നിൽക്കേണ്ടി വരും? നമ്മൾ പുറത്ത് നിൽക്കേണ്ടി വരും. ഓലെന്ത് ചെയ്യും? ഓല് അക്കരെ പോകും. പോകൂലേ? അതുകൊണ്ട് നമുക്ക് നല്ലതെന്താ? ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അല്ലാഹു തആല ദീൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ചെറുങ്ങനെ ആലിമീങ്ങളിൽ ഒരു ചെറിയൊരു വിഷയം ഉണ്ടാക്കി. അങ്ങനെ 2 ടീമായി, 2 ടീം, 11സും 7സും. പിന്നെ എങ്ങനെയാണ് 11s അല്ലേ? അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും. അപ്പോൾ രണ്ട് കൂട്ടർ കളിച്ചെങ്കിലല്ലേ മത്സരം ഉണ്ടാവുള്ളൂ അല്ലേ? അതുണ്ടാകുമ്പം 2 കൂട്ടം മത്സരിച്ച് അവിടെയും പള്ളിയായി ഇവിടെയും പള്ളിയായി, അവിടെ എത്തിങ്ങാനായി ഇവിടെ എത്തിങ്ങാനായി, അവിടെയും കോളേജായി ഉണ്ടായിക്കോട്ടെ. സംഗതിയിലേക്ക് നമ്മൾ ബേജാറാകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പം പന്തളിക്കാരെ കൂട്ടിയിട്ടൊന്ന് മസലത്താക്കാൻ എങ്ങനെ? 14 ആൾ കളിച്ചുമ്പോൾ 14 പന്ത് വാങ്ങിക്കൊടുക്കുക. അത് വേണം നടക്കുമോ? അതിന് പിന്നെ കളി എന്ന് പറയുമോ? അപ്പം അതുകൊണ്ട് അതൊന്നുമല്ല ആലോചിക്കണം. നിലവിലുള്ള അവസ്ഥയിൽ ആലിമീങ്ങൾക്കൊപ്പം നിന്ന് കുറ്റപ്പെടുത്താതെ നമുക്ക് ഇഷ്ടമുള്ളവരൊപ്പം നമ്മൾ നിൽക്കുക. അല്ലാഹു തആല ഈമാനിന് സലാമത്ത് തരട്ടെ. അപ്പോൾ അവരെങ്ങനെ ചെന്ന് നോക്കുമ്പോൾ നമ്മളെ മുന്നിൽ സ്വർഗത്തേക്ക് ഇങ്ങനെ ആലിമീങ്ങളൊക്കെ പോകുണ്ടാവും. ബാഫക്കത്തങ്ങൾ അതാ പോണ്, ബഹുമാനപ്പെട്ട മർഹൂം പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ അത പോണ്, അതാരാണത് മമ്പറം തങ്ങൾ പാപ്പേത പോണ്, അതാരാ ഉള്ളാളത്തെ തങ്ങൾ പാപ്പേത പോണ്. അവരൊക്കെ ഇങ്ങനെ പോണത് കാണുമ്പം ഓലൊപ്പാണ് പോവുകയല്ലേ നമ്മൾ? നിങ്ങളെ ഇവിടെ ഇങ്ങനെ അന്തം വിട്ട് നിന്നാണ്ടല്ലോ പോകാൻ കൂടൂലട്ടാ. അള്ളാഹുവെ, മഹാന്മാർക്കൊപ്പം ഞങ്ങൾ നീ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. ഉഹദ് മലയുടെ താഴ്ഭാഗത്ത് കൂടെ ഇങ്ങനെ നടന്ന്, പെണ്ണുങ്ങളൊക്കെ നോക്കണേ, ഇങ്ങനെ നടന്ന് ഇങ്ങനെ കുറച്ചാണ്ടെത്തിയപ്പം ഒരു പുഴ, ഫീഹാ ഐനുൻ ജാരിയ, സ്വർഗത്തിൽ നല്ല ഒരു പുഴ, കളകളകളകളാന്ന് ഒഴുകണ പുഴയാണ്. ആ പുഴൻ്റെ അടുത്താണ്ട് എത്തിയിട്ട് നോക്കുമ്പോൾ നിങ്ങൾ സംഗതി അറിയോ? ആ പുഴൻ്റെ അടുത്തെത്തിയിട്ട് നോക്കുമ്പോൾ ആ പുഴയിലുള്ള വെള്ളം മുഴുവനും പാലാണ്. ഏതിൻ്റെ പുഴയാണ്? പാലിനാൽ ഉള്ള പുഴ. പടച്ച തമ്പുരാനെ, സ്വർഗത്തിലെ പുഴയിലെ വെള്ളം ഏതാണ്? കളകളകളകള ഒഴുകുന്ന പുഴ ഏതാണ്? പാലിൻ്റെ പുഴ. ആ പുഴയുടെ അടുത്ത് നിന്നിട്ട് അത്ഭുതപ്പെട്ടിട്ട് നമ്മൾ അപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കി. അപ്പം അപ്പുറത്തിൻ്റെ വേറൊരു പുഴ ഒഴുകണ്. ആ പുഴയിൽ ഒഴുകുന്ന വെള്ളം ഏതാണെന്നറിയോ? തേനാണ്. ഇതൊക്കെ ഹദീസ് ഇങ്ങനെ തന്നെയാണ് വായിച്ച് പറയാൻ പറ്റും. നേരമില്ലാത്തത് കൊണ്ടാണ് ഞാൻ മയന മാത്രം വെച്ച് പോണത്. കാര്യം മനസ്സിലാകിയല്ലേ വേണ്ടത്? അത് ഫീഹാ ഐനുൻ ജാരിയ, അപ്പുറത്ത് ഫീഹിമ ഐനാനി തജ്രിയാൻ. സ്വർഗത്തിലെ ഒരു പുഴ പാലിൻ്റെ പുഴയാണ്. പൊന്നാരാജിക്ക, ആ പാലിൻ്റെ പുഴ ഇങ്ങനെ ഒഴുകണത് കണ്ടപ്പോൾ ഇങ്ങക്ക് തോന്നി, എനിക്കും തോന്നി, പടച്ചോനെ ഇതിന്ന് ഒരു ഗ്ലാസ് കുടിച്ചാലോ തോന്നൂലേ? ഇപ്പം നമുക്ക് വെള്ളം കിട്ടിയിട്ട് തന്നെ വലത്തെ കയ്യോ അടുത്ത കയ്യോ നോക്കാതെ നമ്മൾ കുടിച്ചാണ്. പിന്നല്ലേ ഇപ്പം അവിടുത്തെ പിന്നല്ലേ അപ്പം നമ്മൾ ഓർമ്മിക്കണം.
അവളെ നമ്മൾ ചെന്നിട്ട് നമുക്ക് തോന്നി ഒരു ഗ്ലാസ് വെള്ളം തിന്ന് കുടിക്കട്ടെ, ഒരു ഗ്ലാസ് പാല്. അപ്പം നോക്കുമ്പോൾ പാത്രം തിരഞ്ഞ് നടക്കേണ്ട കാര്യമല്ല, പാത്രം അതിൻ്റെ കരിയിൽ തന്നെ നിറയുണ്ട്. അക്വാബും മൗദു നിറച്ച് കോപ്പകളുണ്ട്, നിറച്ച് കോപ്പുണ്ട്. ആ കോപ്പിൽ നിന്ന് ഒരു കോപ്പ് എടുത്തിട്ട് നിങ്ങൾ കുടിച്ചു, ഇയാളും കുടിച്ചു. നമ്മൾ എത്ര ആളുണ്ട്? 1,00,000 ആള്. ഒരേ സ്ഥലത്തുനിന്ന് 1,00,000 ആള് ആ പുഴയിൽ നിന്ന് കുടിച്ചിട്ട് തമ്മിൽ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ കുടിച്ച രുചിയല്ല ഞാൻ കുടിച്ചതിന്, ഞാൻ കുടിച്ചതിൻ്റെ രുചിയല്ല നിങ്ങൾ കുടിച്ചതിന്. 1,00,000 ആള് കുടിച്ചാൽ 1,00,000 രുചി. അപ്പം നമുക്ക് തോന്നുന്ന ഒരു ഗ്ലാസും കൂടി കുടിച്ചട്ടെ. അതേ സ്ഥലത്ത് നിന്ന് തന്നെ രണ്ടാമത്തെ ഗ്ലാസ് എടുത്തു. ആദ്യം കുടിച്ച ഗ്ലാസ്സിലെ രുചിയല്ല രണ്ടാമത്തെ ഗ്ലാസ്സിന്. ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗം. അള്ളാഹു നമ്മളെ കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കട്ടെ. ഇന്നാളെ ഒരു മോര്യാർ പറഞ്ഞേ, വേദം പറയുമ്പോഴേ നമ്മളെ ഈ ഭാര്യമാർ തന്നെയാണ് സ്വർഗത്തിലും ഉണ്ടാകുക. അപ്പോൾ ഒരു ചങ്ങായി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാനാണ് പോരുന്നില്ല, കാരണം ഇത് ഇവിടുന്നെങ്കിലും ആണ് ഒഴിവായിക്കോട്ടെന്ന് കരുതിയതാണ്. അങ്ങനെയല്ല നമ്മളെ കുടുംബജീവിതം വേണ്ടത്. അല്ലാഹു റബ്ബി, നമ്മളെ കുടുംബജീവിതം എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉള്ള നമ്മളെ ഈ വയസ്സായ ആൾക്കാരും വയസ്സുള്ള അമ്മമാരും നമ്മളൊക്കെ സ്വർഗത്തിൻ്റെ അവിടേക്കാണ് എത്തുമ്പോൾ എങ്ങനെയുണ്ടാകുക? അല്ലാഹു റബ്ബി, ഒരു 18-25 ഇടക്കാണ് പെണ്ണുങ്ങളെ പ്രായം സ്വർഗത്തിൽ. അല്ലാഹു റബ്ബി, ഒരു 20-35 ഇടക്കുള്ള പ്രായമാണ് പുരുഷന്മാർക്ക്. പുരുഷന്മാരൊക്കെ നല്ല യുവത്വം, സ്ത്രീകളൊക്കെ നിങ്ങളെ യുവത്വം. അല്ലാഹു റബ്ബി സുബ്ഹാനല്ലാഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സ്വർഗത്തേക്കാണ് പോകുമ്പോൾ അല്ലാഹു റബ്ബി രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഭാര്യ പറഞ്ഞു, തഹജ്ജുദ് നിസ്കാരത്തിന് ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം കേട്ടോ എന്ന് പെണ്ണുങ്ങൾ പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, ഞാൻ ഉറങ്ങിപ്പോയാൽ നീ വിളിക്കണം കേട്ടോ, ഇവൾക്ക് രണ്ടാക്കും സ്വർഗം കിട്ടണമെന്ന പൂതിയുണ്ട്. ഭർത്താവ് ഉറങ്ങിപ്പോയാൽ ഭാര്യ വിളിച്ചുണർത്തും, ഭാര്യ ഉറങ്ങിപ്പോയാൽ ഭർത്താവ് വിളിച്ചുണർത്തും. ഒരു രണ്ടാളും കൂടി കുടുംബത്തിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. എന്താ എസ്റ്റിമേറ്റ്? ഇന്ന് നെയ്ച്ചോറ് വെക്കണോ സാദാ ചോറ് വെക്കണോ? രാത്രി നമുക്ക് ഏത് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്? ചപ്പാത്തി ചുടണോ അതല്ല പത്തലുണ്ടാക്കണോ? ഇതൊക്കെ നിങ്ങൾക്ക് തമ്മിൽ ഡിസ്കസ് ഉണ്ടോ ഇല്ലേ? എന്നാൽ പിന്നെ അതേപോലത്തെ ഒരു തീരുമാനം. വെള്ളിയാഴ്ച രാവിലെ നമ്മൾ എത്ര സലാത്തി ചെല്ലണം? പെണ്ണുങ്ങൾ പറഞ്ഞു ഞാൻ 313 അല്ല. മൂപ്പര് പറഞ്ഞു ഞാനും ചൊല്ലിക്കോളാം. ഇടക്ക് ഓള് ചോദിച്ചു നിങ്ങളെ സലാത്ത് തീർന്നോ? മൂപ്പത്തിയാർ ഇങ്ങോട്ടും ചോദിച്ചു എൻ്റെ സലാത്ത് തീർന്നോ? യാ റബ്ബ് യാ റബ്ബ്. ഭാര്യയും ഭർത്താവും ഉമ്മയും ബാപ്പിയും ഒരു തീരുമാനിച്ചു, നമ്മളെ വീട്ടിൽ എല്ലാ മാസവും ഒരു ഖത്തം തീർക്കണം. അതുകൊണ്ട് ഒരു ഖത്തം ഞാൻ ഓതിക്കോളാം, ഒന്ന് ഇജ്ജു ഓതിക്കോ. ഇടക്കിടക്ക് ചോദിക്കും എൻ്റെ ഖത്തം തീർന്നോ? മൂപ്പത്തിയാർ ഇങ്ങോട്ട് ചോദിക്കും നിങ്ങളെ ഖത്തം തീരാനായോ? ഇങ്ങനെ സ്വർഗത്തിലേക്കുള്ള ഒരു തീരുമാനം നമ്മളെടുത്ത് ഉണ്ടോ ഇല്ലേ? ഒരു പാവപ്പെട്ട ആൾ വന്നിട്ട് സദക്ക ചെയ്യുമ്പോൾ എനിക്കും എൻ്റെ ഭാര്യക്കും കൂടിയിട്ട്, അല്ലെങ്കിൽ ഓളോട് പറയാണ് ഇതാ അനക്ക് എൻ്റെ വാപ്പാൻ്റെ സ്വത്തുണ്ടല്ലോ, നീ ഒരു സദക്ക ചെയ്തളാ, ഞാനും കൊടുക്കാണ്, പള്ളിപ്പണി നടക്കാണ് ഇവിടെ, 1,00,000 വാപ്പാൻ്റെ വക, 1,00,000 ഉമ്മാൻ്റെ വക. നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ്? ഭാര്യക്കും ഭർത്താവിനും സ്വർഗത്തിൽ പോണോ? നമ്മൾ ഒരുമിച്ച് തീരുമാനിക്കണം സ്വർഗം കിട്ടേണ്ട കാര്യം. അല്ലതീ യുവസ്ബിസു എന്നിട്ട് വസുവാസം ഉണ്ടാക്കലല്ല. മൂപ്പര് രാവിലെ സുബൈക്ക് നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ നോക്കിയാൽ, ഞാൻ ഇന്നാളൊരു സ്ഥലത്ത് 2 കൊല്ലം ആയിപ്പതിട്ടാ, ഒരു സ്ഥലത്ത് രാത്രി വയല് കഴിഞ്ഞാണ്ട് അവിടെ താമസിച്ചു. ഞാൻ താമസിച്ചു. എന്താ കാരണം? പിറ്റേന്ന് രാവിലെ എനിക്ക് ഉച്ചക്ക് അതിൻ്റെ അപ്പുറത്തൊരു സ്ഥലത്ത് എത്താനുണ്ട്. അപ്പോൾ അവിടെ താമസിച്ചു. സുബ്ഹാനല്ലാഹ്, 300 വീടാണ് ആ പള്ളിക്കുള്ളത്. അതിലൊരു 140 വീടും പള്ളിൻ്റെ നേരെ പരിസരത്താണ്, ചെറിയൊരു അങ്ങാടിയായിട്ട് അടുത്തടുത്ത്. അപ്പോൾ രാത്രി അവിടെ താമസിച്ചു. ഞാൻ രാത്രി താമസിച്ചിട്ട് ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും അവിടെ താമസിച്ച്. ഒരു 2 മണിയായപ്പോൾ പള്ളിക്കത്തെ കാവ്യാരായ ഇമാമായി നിൽക്കണ ഉസ്താദിനൊരു ഫോൺ വന്നു. വീട്ടിലെന്തോ അർജൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് മൂപ്പര് പോയി. പിന്നെ അവിടെ പള്ളിയിൽ ആര് മാത്രമേ ഉള്ളൂ? വാങ്ക് കൊടുക്കണ ആളും ഞാനും എൻ്റെ ഡ്രൈവറും, ഞങ്ങൾ 3 ആൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സുബൈൻ്റെ വാങ്ക് കൊടുത്തപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, മോനെ നമുക്ക് റണ്ണിങ്ങിൽ കുറച്ച് സ്പീഡാക്കാം, രാവിലെ അല്ലേ വലിയ വാഹനത്തിരക്ക് ഉണ്ടാവില്ല, ഒരു പള്ളിയിൽ കടന്നിട്ട് ജമായത്തിന് കൂടാതെ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ജമായത്തിന് കാത്തുന്നു. വാങ്ക് കൊടുത്തിട്ട് 20 മിനിറ്റാണ് സുബൈ ജമായത്തിന്. 20 മിനിറ്റ് കഴിഞ്ഞ് ഇക്കാമത്ത് കൊടുത്തപ്പോൾ പിന്നെ വേദ പറഞ്ഞ മൂലര് ഞാൻ ഉണ്ടല്ലോ അവിടെ,
ഞാൻ നിസ്കരിക്കാൻ വേണ്ടി മെഹ്റാബിൽ നിന്നു. ഒരു ഇമാമ് മെഹ്റാബിൽ നിന്നാൽ അയാൾക്കൊരു സംഗതി ഉണ്ട്, എന്താ? ഒന്ന് നോക്കണം ബാക്കൊക്കെ. ആരെങ്കിലും വടി കുത്തി നിൽക്കണുണ്ടോ, പറ്റ വയസ്സന്മാരുണ്ടോ, ആരെങ്കിലും കസാരിയിൽ നിസ്കരിക്കണവരുണ്ടോ, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം എന്താക്കുക സൂറത്ത് ഓതാനും തസ്ബീഹെല്ലാനും. അപ്പം നിങ്ങനെ നോക്കി ഞാൻ ബാക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കണോ? പടച്ച തമ്പുരാനെ, ഇമാമത്തിന് മുമ്പൊക്കെ എന്നിട്ട് ബാക്കൊക്കെ നോക്കുമ്പോൾ ബാക്കിൽ 2 മൗമൂമിങ്ങളുണ്ട്. ആരാ രണ്ടാള്? ഒന്നിൻ്റെ ഡ്രൈവറും ഒന്ന് പള്ളിക്കല മല്ലാക്കി. അതിൻ്റെ പരിസരത്ത് എത്ര മുസ്ലിം വീടുണ്ട്? 140 വീടുണ്ട്. ഇതാണ് നമ്മളെ നാട്ടിലെ സുബഹി ജമാഅത്തിൻ്റെ അവസ്ഥ. നമ്മളെവിടെ പള്ളിക്കളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ ഔത്തെ പള്ളിയിലൊക്കെ നിറച്ച ആളുണ്ടാവില്ലേ? അതിപ്പോൾ നാൾ ഇയാൾ പറഞ്ഞ മാതിരിയാണ്. ഞാനൊരു സ്ഥലത്തുനിന്ന് ചോദിച്ചു, ഇവിടെ കോഴി കൂകലാണോ ആദ്യം സുബൈൻ്റെ വാങ്കാണോ ആദ്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു രണ്ടും കേൾക്കാം, ആദ്യം ഏതാന്ന് നോക്കിയിട്ടില്ല. രണ്ടിനും നീച്ചലില്ല. പിന്നെ എന്താ കാര്യം? പള്ളി നമുക്ക് പറക്കുന്ന പള്ളി ഉണ്ടാക്കാൻ കഴിയും. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ തപ്പലും തടയലും ഇല്ലാതെ, മുട്ടും തടവും ഇല്ലാതെ, കുഴപ്പവും കലഹവും ഇല്ലാതെ, അല്ലാഹ് ഏത് രാജ്യത്തെ മറവ് ചെയ്ത മുഅ്മിനും ഖബറിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങനെയാണ് നോക്കുമ്പോൾ ആകാശത്ത് സൂര്യൻ ഉദിച്ചാൽ എല്ലാ നാട്ടിൽ കാണൂലേ? ആകാശത്ത് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോൾ എല്ലാ നാട്ടുകാർക്കും കാണാവുന്നത് പോലെ നാളെ ആഖിറത്തിൽ ഖബറിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങനെയാണ് നോക്കുമ്പോൾ വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുന യൗമ യഅ്തിന്നാസു ബിൽ ഹുജജി സ്വല്ലി റബ്ബൽ. മുത്തുനബിന്റെ പ്രകാശിക്കുന്ന മുഖം, അത് മുകൾ ഭാഗത്ത് സൂര്യൻ ഉദിച്ചതുപോലെ ഏത് നാട്ടിലെ ഖബറിന്ന് എഴുന്നേറ്റാലും നമുക്ക് മുത്തുനബിയുടെ പ്രകാശിക്കുന്ന മുഖം കാണാം. ആ മുഖം ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുന്നത് ആർക്കാണ്? യാതൊരു കുഴപ്പമില്ല, തട്ടും തടവൊന്നുമില്ലാതെ സുഖമായിട്ട് നടക്കാൻ ആർക്ക്? രാത്രിയും അല്ല, ഇരുട്ടും അല്ല, വെളിച്ചവും അല്ലാത്ത സമയത്തെ നിസ്കാരമാണ് സുബഹി. നല്ലോണം നേരം വെളുത്തുക്കണോ? ഇല്ല. എന്നാ നല്ല ഇരുട്ടാണോ? അതുമല്ല. സുബഹി ജമാഅത്തിന് പള്ളിയിലേക്ക് നടന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് മഹ്ശർ മൈതാനിൽ നടത്തത്തിന് നല്ല സന്തോഷമായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ പരിസര വീടുകളിലൊക്കെ താമസിക്കുന്ന സഹോദരങ്ങളെ, ഓ ഉമ്മമാരെ, സുബഹി സമയത്ത് നമ്മുടെ വീടുകളിലുള്ള പുരുഷന്മാരെ ഉമ്മമാര് വിളിച്ചുണർത്തണം. ഒരു പക്ഷേ ഈ പള്ളി അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന തൊട്ട വീടിനടുത്തുള്ള പള്ളി ഏതാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പള്ളികളിലൊക്കെ സുബഹി ജമാഅത്ത് നിസ്കാരത്തിന് സാധിക്കുന്ന അത്ര ജമാഅത്ത് നിസ്കാരം, സുബഹി നിസ്കാരം പ്രത്യേകിച്ചും പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സുബഹി ജമാഅത്ത് അതൊരു വല്ലാത്ത നിസ്കാരമാണ്. ഇരുട്ടുമല്ല വെളിച്ചമല്ലാത്ത സമയത്തുള്ള നിസ്കാരമാണ്. ആ നിസ്കാരത്തിന് വലിയ പ്രതിഫലം അല്ലാഹു തആല വെച്ചു. നിങ്ങളെ ഒരാളെ വീട്ടിൽ നിന്ന് പള്ളിക്ക് എത്ര അടി നടക്കണം? 200 അടി നടക്കണം. 200 അടി നടക്കുമ്പോൾ 100 അടി ഇടത്തേക്കാളും 100 അടി വലത്തേക്കാളും അല്ലേ? അല്ലാഹു തആല ഇതിന് വെച്ച പ്രതിഫലം എന്താണ്? 100 അടി വലത് കാല് വെച്ചാൽ 100ന് 10 പ്രതിഫലം കിട്ടും. അപ്പോൾ 1000 അടിയായി. 1000 അടി നമ്മൾ സ്വർഗത്തിലേക്ക് അടുത്തു. 100 അടി ഇടത്തേക്കാല് വെച്ചാൽ 1000 അടി നരകത്തിൽ നിന്ന് ദൂരെ പോയി. സുബഹി ജമാഅത്തിന് 200 അടി നടക്കുമ്പോൾ ആ 200 അടിക്ക് അല്ലാഹു തആല 2000 പ്രതിഫലം കണക്കാക്കുന്നത്. 100 അടി നരകത്തിൽ നിന്ന് ദൂരെ പോയി, 100 അടി സ്വർഗത്തിലേക്ക് അടുത്തു. അതേ സമയത്ത് നമ്മുടെ ഭാര്യമാരോ പെൺമക്കളോ ഉമ്മമാരോ ഇതേ നിസ്കാരം അവർ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ മതി. എന്നാൽ തന്നെ ഈ പ്രതിഫലമൊക്കെ അല്ലാഹു തആല അവർക്ക് ഓശാരമായി കൊടുക്കും. പുരുഷന്മാർക്ക് കിട്ടുന്നതൊക്കെ ആണുങ്ങൾക്കും കിട്ടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട് ഇപ്പം ചില കൂട്ടരൊക്കെ. നമ്മൾ ഹജ്ജിന് പോയപ്പോണ്ടായി 2 പെണ്ണുങ്ങൾ, പുതിയ പാർട്ടിക്കാരാണ്. അതുപോലെ ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ അല്ലതി യുവസ്ബീസ് തുടങ്ങി. ഞമ്മക്കും വേണം ഇതിന് പോവാം, ഞമ്മക്കും കാണും ഇതിന് പോവാം. എന്നോട് വന്നെങ്ങാണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും മുണ്ടിയില്ല, ആളെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് ഇടക്കിടക്ക് ഇങ്ങനെ കേസ് വരും. 2 പെണ്ണുങ്ങൾ അത് സംസാരിച്ചാണ്. ഏതായാലും മക്കത്തെത്തി ഉംറ നിർവഹിച്ചുകൊണ്ട് കഅബ തവാഫ് ചെയ്തു. സഫാ മർവയിൽ സഅയ് കഴിഞ്ഞു. സഅയ് പൂർത്തിയായാൽ പിന്നുള്ളത് മുടി കളയലാണ്.
അപ്പം ഞാൻ പറഞ്ഞു, നേരത്തെ വന്ന ആ 2 പെണ്ണുങ്ങളെ ഇവിടെ ഓല മുടി ആദ്യം കളയാം. അല്ല, ആണുങ്ങൾക്കുള്ളതൊക്കെ പെണ്ണ് കിട്ടണമെങ്കിൽ പിന്നെ എന്താക്കണം? പിന്നെ നോക്കുമ്പോൾ പറഞ്ഞ ആളില്ല. അതുകൊണ്ട് ആവശ്യമുള്ളമ കളിച്ചാൽ മതി. അപ്പുറത്തേക്ക് കയറി കളിച്ചാൽ എല്ലാവരും കളയേണ്ടി വരും. ഇതൊക്കെ അള്ളാഹു തആല ദീനിൽ വെച്ചിരിക്കുന്ന ഒരു സംഗതി ഉണ്ട്. അയിമ നിന്നാൽ മതി. നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ടതില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ, ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇത്ര നല്ല സന്തോഷ സ്വർഗം. ഇപ്പൊ സ്വർഗത്തിൽ നമ്മൾ പോയില്ലേ, ആ പാലിൻ്റെ പൊയ്ന്ന് കുറച്ച് കുടിച്ചല്ലോ, ഇനി അപ്പുറത്തെ പൊയ്ക്ക് കൊണ്ടായാണ്ടല്ലോ, ഞങ്ങൾ അവിടെ നിന്ന് പോരൂല. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. നമ്മൾ അള്ളാഹു തആല നമ്മളെ സ്വർഗത്തിൽ എത്തിക്കട്ടെ. അത്ര സന്തോഷത്തിൽ സ്വർഗത്തിൽ താമസിക്കുകയാണെങ്കിലും ആദം നബിക്ക് വർത്താനം പറയാൻ അവിടെ ഒരാളില്ല. ആദം നബിക്കൊന്ന് ചിരിച്ചിരിക്കാൻ അവിടെ ഒരാളില്ല. ആദം നബിക്കോ തമ്മിലൊരു സന്തോഷം പങ്കുവെക്കാൻ അവിടെ ഒരാളില്ല. അപ്പൊ അള്ളാഹു തആല ആദം നബിനെ ഒന്ന് ഉറക്കി. ആ ഉറക്കത്തിൽ നിന്ന് മെല്ലെ അള്ളാഹു തആല എന്ത് ചെയ്തു? ആദം നബി അലൈഹി സ്വലാമിന്റെ ശരീരത്തിൽ നിന്ന് ഒരു എല്ലുണ്ട് ഊരിയെടുത്തു. എന്നിട്ടൊരു സ്ത്രീയെ പടച്ചു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം, ആ തങ്ങളോ, അൽഹംദുലില്ലാ, വരി. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്, മർഹബ, ആദം നബി അലൈഹി സ്വലാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആദം നബിന്റെ അടുത്തുണ്ട് ചെറുപ്പക്കാർക്ക് ഒരു പെണ്ണിങ്ങനെ നിൽക്കണം. അപ്പൊ ഇത് മനുഷ്യപ്രകൃതിയിലുള്ള ആളാണല്ലോ. സ്വാഭാവികമായിട്ടും ആദം നബി അലൈഹി സ്വലാം ഓളോടൊന്ന് അങ്ങോട്ട് ചിരിച്ചു, ഓൾ ഇങ്ങോട്ടും ചിരിച്ചു. അപ്പൊ തന്നെ ഒരു ചിരിയാണ് ആദ്യത്തെ ഒരു സംഗതി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താ? നമ്മളെ ഭാര്യമാരെ മുഖത്ത് നോക്കിയിട്ട് നമ്മളൊന്ന് ചിരിക്കുക, അതിന് തിരിച്ചു ഓൾ ഇങ്ങോട്ടും ഒന്ന് ചിരിക്കുക. അതാണ് പൂമുഖവാതിൽക്കൽ പുഞ്ചിരി വിടർത്തുന്ന പൂന്തന്നലല്ലയോ ഭാര്യ. പാടിയത് യേശുദാസ് ആണെങ്കിലും ഉഷാറുണ്ടോ അല്ലേ? ഞാൻ അപ്പുറമൊന്നും എനിക്ക് പാടാൻ കിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഭാര്യമാര് എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കിയാൽ സന്തോഷം വരണം. അതാണ് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനം. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം ഹവ്വാ ബീബി എന്ന പെണ്ണിനങ്ങനെ കണ്ടു. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോൾ സ്വർഗത്തിൽ നല്ലൊരു പെൺകുട്ടി, നല്ല സുന്ദരിയായ ഒരു പെണ്ണ്. ഗവൺമെന്റിന്റെ നിയമപ്രകാരമൊക്കെ പൂർത്തിയാവുകയും ചെയ്തിരിക്കണം. ഇനി അധികം ആലോചിക്കാനൊന്നുമില്ല. അല്ലാഹു റബ്ബി. അപ്പോ ആദം നബി അലൈഹി സ്വലാം അങ്ങോട്ടൊന്ന് ചിരിച്ചു, ഓൾ ഇങ്ങോട്ടും ഒന്ന് ചിരിച്ചു. അപ്പം അവിടെയുള്ള മലായിക്കത്തിന്റെ ലോകത്ത് നിന്ന് കൽപ്പന വന്നു അള്ളാഹുവിന്റെ, നിങ്ങൾക്കൊരു ഇണയായി, നിങ്ങൾക്കൊരു തുണയായി, ലി തസ്കുനു ഇലൈഹാ, ആദം നബിയെ, സ്വർഗത്തിൽ നിങ്ങൾക്ക് എല്ലാ സുഖമുണ്ടെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ, നിങ്ങൾക്ക് സ്നേഹം പങ്കുവെക്കാൻ, നിങ്ങൾക്ക് സന്തോഷത്തിൽ നിൽക്കാൻ ഒരു ഇണയില്ലല്ലോ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇണയും തുണയുമാണ്. സൗജൈൻ, ഇണയും തുണയും. ഭാര്യ ഭർത്താവ് എന്നതല്ല നമ്മുടെ പ്രയോഗം, ഇണയും തുണയും. ലി തസ്കുനു ഇലൈഹാ, നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി തന്നതാണ്. അപ്പൊ ആദം നബി അലൈഹിസ്സലാം അവരെ ശരീരത്തിലേക്ക് കൈ നീട്ടിയപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന വന്നു, നിൽക്കട്ടെ, ഒരു പുരുഷന് അന്യ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഹലാലാവേണമെങ്കിൽ അതിനൊരു മഹർ നിശ്ചയിക്കണം. സ്വർഗത്തിൽ മഹർ എന്തായിരുന്നു? അവസാന കാലത്ത് വരാനിരിക്കുന്ന മുത്തനബിയുടെ പ്രകാശം ആദ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ നബി തങ്ങളെ പേരുള്ള സ്വലാത്ത് സ്വർഗലോകത്തൊക്കെ ഉണ്ട്. ആ സ്വലാത്ത് മഹറായി നിശ്ചയിച്ചുകൊണ്ട് സ്വലാത്ത് മഹർ നിശ്ചയിച്ച് ചൊല്ലിയിട്ട് ആദം നബി അലൈഹിസ്സലാമിന് ഹവ്വാ റളിയല്ലാഹു അൻഹയെ ഇണയും തുണയുമായി സ്വർഗലോകത്ത് നിക്കാഹ് നടന്നു. അതാണ് കുടുംബത്തിന്റെ തുടക്കം. അതാണ് കുടുംബത്തിന്റെ തുടക്കം. പടച്ചോനെ, ഇതിപ്പോ ബഅദിന്റെ സ്ഥലത്ത് എല്ലായിടത്തൊക്കെ ഉള്ള സംഗതിയാണ്. ഏത്? നമ്മളൊരു ബക്കറ്റ് പിരിവ്. ഇത് ഇൻഷാ അല്ലാഹ് ആരപ്പത്തിന് പോണാജിരാക്ക, ആരോ ഒരാൾ പോണില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങളൊക്കെ എടുത്തേച്ചോളി. ഇനി കണ്ടക്ടർ വന്നിട്ട് ആ കുപ്പായ കൊടുക്കുക, ഈ തലീക്കട്ട കൊടുക്കാമെന്ന് ചോദിച്ചാൽ നിൽക്കണ്ട, എല്ലാവരും എടുത്തേച്ചോളി. വേഗം കൊടുത്താൽ മതിയല്ലോ. പോകുന്ന ആൾക്കാർ എല്ലാവരുടെ അടുത്തും പോകണം, പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ പോകണം. ഗഹുവ എന്നുള്ളത് എഴുത്ത് മാത്രമേ ഉള്ളൂ. അതിലുണ്ടോ സാധനം? ഉണ്ടോ? അതറിയില്ല, ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ മിനിഞ്ഞാന്നൊരു സ്ഥലത്ത് വഴുതിന് പോയി നോക്കുമ്പോൾ അവിടെ ഈ മേപ്പറില്ലാത്ത സ്റ്റേജായിരുന്നു. അപ്പോൾ കുറച്ച് എന്തായി, മഞ്ഞ് വന്നു. അതാണ് ചെറിയൊരു ജലദോഷത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം.
കുഴപ്പമൊന്നുമില്ല, അള്ളാഹു തആല ഖൈർ തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആദം നബി അലൈഹി സ്വലാം ഹവ്വാ ബീബിയെ സ്വർഗത്തിൽ വെച്ച് നിക്കാഹ് ചെയ്തതാണ് നിക്കാഹിൻ്റെ തുടക്കം. ആ തുടക്കം കഴിഞ്ഞ് പിന്നീട് ചില പ്രത്യേക തീരുമാനങ്ങളാൽ ആദം നബി അലൈഹി സ്വലാം എവിടെ വന്നു? ഭൂമിയിൽ വന്നു. ഹവ്വാ ബീബിയും ഭൂമിയിൽ വന്നു. ആദം നബി അലൈഹി സ്വലാം ജബലുൽ ഹിന്ദ് സറന്ദീപ് പർവ്വതത്തിലാണ്, അത് ഇപ്പോഴത്തെ സിലോണിലാണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്ന് ആദം നബി ഹവ്വാ ബീബിനെ അന്വേഷിച്ച് യാത്ര ചെയ്തു. ഹവ്വാ റളിയല്ലാഹു അൻഹ ഇറങ്ങിയത് എവിടെയാണ്? ജിദ്ദയിലാണ്. അതാണ് ജദ്ദ ജദ്ദ എന്ന് അറബികൾ പറയാം. ജദ്ദ ജദ്ദ എന്ന് പറഞ്ഞാൽ വല്യമ്മ വല്യമ്മ എന്നാണ്. നമ്മൾ പറയുമ്പോഴാണ് എന്താകല്? ജിദ്ദ എന്നാകല്. അതുപോലെ ഭാഷക്കനുസരിച്ച് ചെറിയ വ്യത്യാസം വരും. നാളെ ഒരു കാരനോലിനോട് ഇംഗ്ലീഷ് പറഞ്ഞു, അങ്ങനെ ഉസ്താദെ ഞാനവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ ചുറ്റുവേഷൻ എന്നൊരു ശരിയില്ല, ഇപ്പോൾ ഇംഗ്ലീഷ് തുടങ്ങാണ് പറയല്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ഉണ്ടാകും അങ്ങനെ വർത്താനം. ഇപ്പോൾ നമ്മളെ നാട്ടിൽ മുക്കരിച്ച എന്ന് പറയണം, മുക്കരിക്ക മുക്കരി എന്ന് പറയണം. യഥാർത്ഥത്തിൽ അതൊരു അറബി പദമാണ്, മുക്കരി എന്നാണ്. മുക്കരി അവ്വലു മുക്കരി ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യത്തെ മുക്കരി മുസ്തഫ ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. മുക്കരി എന്ന അറബി പദമാണ് നമ്മളെന്തായത് മുക്കരി എന്നായത്. അത് ചില ഭാഷ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയൊക്കെ വരുന്നതാണ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ ഹവ്വാ ബീവിയും ആദം നബിയും അവിടെ വെച്ചുകൊണ്ട് ഭാര്യ ഭർത്താക്കളായി ഭൂമിയിൽ വന്നു. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചിട്ട് പിന്നെ കണ്ടുമുട്ടിയത് എവിടുന്ന? അറഫീന. അറഫ വാപ്പിയും ഇമ്മിയും പരിചയപ്പെട്ട സ്ഥലം. അറഫ രണ്ടാളും മനസ്സുകൊണ്ട് അടുത്ത സ്ഥലം. അറഫ രണ്ടു പേരും ഒരുമിച്ച് കൂടിയ സ്ഥലം. അതാണ് ആ വാപ്പാൻ്റെയും ഇമ്മാൻ്റെയും മക്കൾ കൊല്ലത്തിലൊരിക്കൽ വാപ്പി ഇമ്മിയും മധുവിധു ആഘോഷിച്ച മണിയറയിൽ കൊല്ലത്തിലൊരിക്കൽ ഒന്ന് പോയി വരിക. അള്ളാഹു നമ്മളൊക്കെ അറഫയിലെത്തിക്കട്ടെ. അവിടെ വെച്ചുകൊണ്ട് ഹവ്വാ ബീവിയും ആദം നബി അലൈഹി സ്വലാമും അവർ ഭാര്യ ഭർത്തൃ ജീവിതം ആരംഭിച്ചു. ഹവ്വാ റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. ആദ്യത്തെ പ്രസവത്തിൽ 2 കുട്ടികൾ, രണ്ടാമത്തെ പ്രസവത്തിൽ 2 കുട്ടികൾ, മൂന്നാമത്തെ പ്രസവത്തിൽ 2 കുട്ടികൾ. അങ്ങനെ എത്ര പ്രസവിച്ചു? ഹവ്വാ ബീബി ചില തഫ്സീർ അനുസരിച്ച് 20 പ്രസവിച്ചു. ഓരോ പ്രസവത്തിലും 2 കുട്ടികൾ, ഒരാൺകുട്ടി ഒരു പെൺകുട്ടി, ഒരാൺകുട്ടി ഒരു പെൺകുട്ടി. അന്ന് ആദം നബി കൊടുത്ത 10 ഏടാണ്. അതിൽ ചെറിയ നിയമങ്ങളേ ഉള്ളൂ. അതനുസരിച്ച് അന്നത്തെ നിയമം അനുസരിച്ച് ഒരു പ്രസവത്തിൽ 2 കുട്ടികൾ വിവാഹം ചെയ്യാൻ പാടില്ല. പിന്നെ 1ാമത്തെ പ്രസവത്തിലെ ആൺകുട്ടിയും 2ാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിയും അവർക്ക് ഭാര്യ ഭർത്താക്കളാകാം. അങ്ങനെ പ്രസവം മാറി മാറിയുള്ള പ്രസവത്തിലെ കുട്ടികൾ തമ്മിൽ വിവാഹം. അങ്ങനെയാണ് ആദം നബി അലൈഹിസ്സലാം വഫാത്താകുന്നതിന് മുമ്പ് 1000 കുട്ടികളെ ആദം നബി അലൈഹിസ്സലാം കണ്ട ശേഷമാണ് ആദം നബി വഫാത്തായത്. ആദം നബി എത്ര കുട്ടികളെ കണ്ടിക്കണ്? 1000 മക്കളെ കണ്ടിക്കണ്. അള്ളാഹു റബ്ബി, അള്ളാഹു ഞമ്മക്കൊക്കെ നല്ലോണം മക്കളെ തരട്ടെ. ഒരു എന്ന ആമീനാണ് നിങ്ങളത്. ഒക്കെ 2ഓ 3ഓ മതി എന്നുള്ള അഭിപ്രായത്തിലുള്ള ആമീനാണ് അല്ലേ? അള്ളാഹു റബ്ബി. ലോക ജനസംഖ്യ ഇപ്പം എത്ര കോടിയായി? 800 കോടി ജനങ്ങളായി. അതിൽ മുസ്ലിമീങ്ങളുടെ സംഖ്യ എത്രയാണ്? 200 കോടിയാണ് അല്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ സന്താന നിയന്ത്രണം ഏർപ്പെടുത്തിയ രാജ്യം ചൈനയാണ്. ഏറ്റവും ആദ്യമായിട്ട് ചൈനയാണ് ഏത് പാസ്സാക്കിയത്? 1 കുട്ടി മതി എന്ന് പാസ്സാക്കിയത്. മാത്രമല്ല ചൈന കർശനമായി 1ലധികം പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് റേഷൻ കാർഡില്ല, 1ലധികം പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് സർക്കാരിൽ ജോലിയില്ല, ഒരാനുകൂല്യമില്ല. അങ്ങനെയാണ് കർശനമാക്കി. ഏകദേശം 100 വർഷത്തോളമായി. ഇപ്പം എന്താ ചൈനയുടെ അവസ്ഥ നിങ്ങൾക്കറിയോ? ചൈനയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളുടെ രാജ്യം. പക്ഷേ ചൈനയിലെ ജനങ്ങളിൽ 85% വയസ്സന്മാരാണ്. ആരില്ല? യുവാക്കളില്ല. അത് ഞമ്മക്കും മനസ്സിലാവുന്നുണ്ട്. ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കൈ കൊണ്ട് എടുക്കാൻ പറ്റിയതാണ്. എന്തുകൊണ്ട്? കനമുള്ളതൊന്നും അവിടെ ഉണ്ടാക്കാൻ പറ്റൂല, പിടിച്ചെക്കാൻ ആൾ വേണ്ടേ. ഒക്കെ വയസ്സന്മാരാണ്. ഇപ്പം അവിടെ എന്ത് ചെയ്തു? ഇപ്പം സർക്കാരിന് ഇത് ബോധ്യപ്പെട്ടു. അടുത്ത ഒരു 5 വർഷത്തിൻ്റെ ഉള്ളിൽ ചൈനയെ കവച്ചു വെക്കുന്ന ജനസംഖ്യയിലേക്ക് ഇന്ത്യ പോവുകയാണ്. ഇന്ത്യയുടെ ശക്തി എന്താണ്? ഇന്ത്യ പുറം ലോകത്ത് മുഴുവനും നമ്മുടെ പട്ടാളത്തെക്കാൾ ശക്തിയാണ് രാജ്യത്തെ യുവശക്തി. അപ്പോ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ചൈന നിയമം മറിച്ചു പാസാക്കി. എന്താണിത്? എല്ലാ പെണ്ണുങ്ങളോടും 2 പ്രസവിക്കാൻ പറഞ്ഞു. ഒറ്റ പെണ്ണും തയ്യാറില്ല. എന്തുകൊണ്ട്? 75-80 കൊല്ലമായിട്ട് ഒരു കുട്ടി തന്നെയാണ്. 2ാമത് പ്രസവിക്കാൻ പറ്റും, ഒറ്റ പെണ്ണും തയ്യാറില്ല. ഇപ്പം ചൈന ഗവൺമെൻറ് എന്ത് ചെയ്തു? ആനുകൂല്യം പ്രഖ്യാപിച്ചു.
പ്രസവ ചെലവ് മാത്രമല്ല, ആ കുട്ടിൻ്റെ വിദ്യാഭ്യാസം, ആ ഉമ്മാക്ക് പ്രത്യേക ആനുകൂല്യം, 3, 4, 5 ഒക്കെ പ്രസവിച്ച അത്ര ആനുകൂല്യം പാസ്സാക്കി. പക്ഷെ ഒറ്റ പെണ്ണുങ്ങളും കേൾക്കണില്ല. നമ്മളെ കേരളത്തിൽ ഒരു പെണ്ണിനെ ചൈനക്കാരൻ കെട്ടീനി. ആ കഥങ്ങൾ കേട്ടീന? അല്ലാഹു റബ്ബി. ചൈന നമ്മളെ ഇവിടെ ഉണ്ട് ഒരു സ്ഥലം, എന്താണ് കാനഡ വളവിൽ അവിടെ. അപ്പോൾ അവിടെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചത് ആരാ അറിയോ? ചൈനക്കാരനൊരു ചെറുപ്പക്കാരനാണ്. ഓൻ വന്ന് കല്യാണം കഴിച്ചപ്പോൾ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കണതിൻ്റെ അടിയിൽ ഓക്ക് ഗർഭായി. അല്ലാഹു റബ്ബി. ഓള് പ്രസവിച്ചു. 3-ാമത്തെ ദിവസം കുട്ടി മരിച്ചു. 3-ാമത്തെ ദിവസം കുട്ടി മരിച്ചു. അപ്പം എത്ര സങ്കടം ഉണ്ടാവും? അപ്പം ഈ പെണ്ണിങ്ങനെ കരയാണ്, എനിക്കിത് ആദ്യം അറിയാം, എനിക്കിത് ആദ്യം അറിയാം, എനിക്കിത് ആദ്യം അറിയാം. അത് പറഞ്ഞാണ്ടാണ് കരയണത്. അപ്പോൾ ചങ്ങാഴ്ചകളും കുടുംബക്കാരൊക്കെ ചോദിച്ചു, എന്താ ഈ പറയണത് ചോദിച്ചു. ഇത് ചൈനൻ്റെ സാധനമല്ലേ, എത്ര ഗ്യാരണ്ടി ഉണ്ടാവുള്ളൂ. അല്ലാഹു റബ്ബി. ഇഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ സമയത്ത് നോക്കേണ്ട സംഗതിയാണ്. ഇത് ചൈനൻ്റെതാണ്, ഇഞ്ഞ് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരു സ്വഹാബി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാനൊരു കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എവിടുന്നാ കല്യാണം എന്ന് ചോദിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ ഞാൻ കല്യാണം അന്വേഷിച്ച് നോക്കുമ്പോൾ ആ തറവാട്ടിൽ പെണ്ണുങ്ങൾ അധികം കുടുംബമില്ലാത്ത വീടാണത്. അധിക പ്രസവം അവിടെ ഇല്ല. കൂടിയാൽ ഒരു കുട്ടി. ചില പെണ്ണുങ്ങൾക്കൊന്നും ആ കുടുംബത്തിൽ മക്കളില്ല. അങ്ങനത്തെ ഒരു കുടുംബമാണ് ഞാൻ അന്വേഷിച്ചത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അധികമായി പ്രസവിക്കുന്ന കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചോ. ഇന്നി ഉബാഹിബിക്കും യൗമൽ ഖിയാമ. നാളെ അന്ത്യനാളിൽ ലക്ഷക്കണക്കായ അമ്പിയാക്കളും ഉമ്മത്തികളും വരുമ്പോൾ എൻ്റെ ഉമ്മത്തികൾ ഏറ്റവും കൂടുതലുണ്ടാവണം. നിങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് അഭിമാനിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ മനസ്സിലാക്കണം, നാളെ അള്ളാഹ് റസൂലിൻ്റെ അടുക്കേക്കാണ് പോകുമ്പോൾ നമുക്കൊരു പെണ്ണ് ഒരു 10 പ്രസവിച്ചാൽ, പഴയ പെണ്ണുങ്ങൾക്കൊക്കെ എന്താണ് 8ഉം 10ഉം കുട്ടികളുണ്ടാവില്ല പണ്ടൊക്കെ ഓരോ വീട്ടിൽ ഇല്ലേ? അല്ലാഹു റബ്ബി. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മാക്കും പാപ്പാക്കും ഞങ്ങൾ 9 മക്കളാണ്. 9 മക്കളാണ്. ഞാൻ വീട്ടിൽ സെൻട്രൽ ഫോർവേഡാണ്. മേലെന്ന് താഴേക്ക് എണ്ണാലും 5ാമത്തെ ആളാണ്, താഴെന്ന് മേലേക്ക് എണ്ണാലും 5ാമത്തെ ആളാണ്. പ്രത്യേക ആനുകൂല്യമൊന്നുമില്ല. ഈ പോക്ക് ഇങ്ങനെയാണ് പോകാം. പക്ഷെ ഞാനിങ്ങനെ നോക്കുമ്പോഴേ എൻ്റെ വാപ്പ ഒരു ചെറിയ മൂല്യാണ്. പരിസരത്തൊക്കെ യാസീനോതും നിസ്കാരപ്പള്ളിക്കൽ ഇമാമും ഒക്കെ ആയിട്ട്. പക്ഷെ ഉപ്പാക്കൊരു വലിയ ഗുണം ഉണ്ടായിരുന്നു. എന്താ? എല്ലാ മാസവും 5-6 പ്രാവശ്യം ഖുർആൻ ഖത്തം തീർക്കും. ഉപ്പ ഖുർആൻ ഖത്തം തീർത്തിട്ട് ദ്വാർന്നതിൻ്റെ ഫലമാണ് ഞാൻ നിങ്ങളെടുത്ത് എഴുന്നേറ്റ് നിൽക്കാനായത്. മാതാപിതാക്കളെ ദുആ മക്കൾക്ക് വല്ലാത്ത ഫലം ചെയ്യും. ഒരു മാതാവും പിതാവും മക്കൾ എന്തൊക്കെ കളിച്ചാലും നീ നന്നാവൂലടാ, വാപ്പാൻ്റെ പൊരുത്തം എനിക്ക് ഉണ്ടാവൂലടാ, ഉമ്മ എനിക്ക് പൊരുത്തം തരൂലടാ, അങ്ങനത്തെ വാക്ക് ഒരു ഉമ്മയും വാപ്പയും മക്കളോട് പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന് കപ്പലിൽ യാത്ര ചെയ്യുന്നിടത്ത് മകൻ കപ്പലിൽ കയറാതെ നശിക്കാൻ പോണ സമയത്തും നൂഹ് നബി എങ്ങനെ വിളിച്ചത്? യാ ബുനയ്യ, പൊന്നുമോനെ, ഇർക്കം മഅന. യാ ബുനയ്യ, പൊന്നുമോനെ. എടാ ബലാലേ എന്നല്ല വിളിച്ചത്. എന്താ വിളിച്ചത്? യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ ഈ കപ്പലിൽ കയറിക്കോ. കണ്ട നിങ്ങൾ? യാ ബുനയ്യ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം മോനെ വിളിച്ചത് എങ്ങനെ? യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക. മോനെ, ഉപ്പാക്കള്ള സ്വപ്നം കാണിച്ചിട്ടുണ്ട്, നിന്നെ അറുത്തു കൊടുക്കാനാണ്. യാ ബുനയ്യ. ബഹുമാനപ്പെട്ട ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു മോനെ വിളിക്കുന്നത് എങ്ങനെ? യാ ബുനയ്യ അഖിമിസ് സ്വലാഹ്. പൊന്നു മോനെ. മക്കളെ നമ്മൾ വിളിക്കുമ്പോൾ എപ്പോഴും മോനെ മോളെ എന്ന് ഓമനിച്ച് വിളിക്കണം, താലോലിച്ച് വിളിക്കണം. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ദ്വാരക്കണം. അത് വല്ലാത്ത ദ്വാ. എൻ്റെ ഉപ്പാൻ്റെ ദ്വായാണ് ഞാൻ എന്നുള്ള ഉറപ്പാണ് എനിക്ക്. ഉപ്പ മരണപ്പെട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉമ്മ മരണപ്പെട്ടത്. നമ്മളെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ഉപ്പ മരണപ്പെട്ട് എത്ര കൊല്ലമായി? 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉമ്മ മരിക്കുന്നത്. പക്ഷേ ഉമ്മ ഭയങ്കര ഡിമാൻഡിലാണ് ജീവിച്ചത്. എന്താ കാര്യം? ഞങ്ങൾ 9 മക്കളും പരിസരത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഒരു 3 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ 9 ആളും താമസിക്കുന്നത്. ഒരാഴ്ചക്ക് എത്ര ദിവസം? ആഴ്ചക്ക് 7 ദിവസം. ഉമ്മ ഓരോരോ ദിവസം ഓരോരോ മക്കളെടുത്ത് നിന്നാലും 2 ദിവസം ബാക്കിയാണ്. 2 ദിവസം ബാക്കി. അത് അമ്മക്ക് ലാഭമായത്. എൻ്റെ അമ്മാനെ എൻ്റെ വീട്ടിലേക്ക് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് ഒരാഴ്ച മുമ്പ് പറയണം, അമ്മാനെ ബുക്ക് ചെയ്യണം, എന്നെങ്കിലേ കിട്ടുള്ളൂ. ഞാനൊരു ദിവസം വെള്ളിയാഴ്ച രാവിലെ ഉമ്മാൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഉമ്മ ഇന്ന് ഞാൻ ദൂരെ ഒന്നും പോണില്ല, ഞാൻ ജുമാക്ക് നാട്ടിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഉമ്മ ഉച്ചക്കത്തെ ചോറിന് എൻ്റെ ഒപ്പം പോരുന്നത്.
അതൊന്നും പറ്റൂല മോനെ, ഞാൻ എന്നോട് കാക്ക മൂന്നാഴ്ച മുമ്പ് ചെല്ലാൻ വേണ്ടി പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഏയ് ഉമ്മാനെ ഒരിക്കലും നമുക്ക് അന്ന് പോയാൽ കിട്ടൂല, ഉറപ്പന്നെ. അല്ല പിന്നെ എനിക്ക് ഉമ്മാനെ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഉമ്മ അന്ന് പോകാൻ നിശ്ചയിച്ചത് ആയിരത്തിക്കാന്ന് വെച്ചാൽ ഓരോട് ഞാൻ പറയണം, ഞാൻ ഉമ്മാനെ ഞാൻ കൊണ്ടുപോവുകയാണ്. ആ നല്ല കാരണം എന്താ, ഉമ്മ ആഴ്ചക്ക് 7 ദിവസമുള്ളൂ, ഉമ്മക്ക് 9 മക്കളാണ്, നല്ല ഡിമാൻഡിലല്ലേ ജീവിച്ചത്. എല്ലാ നോമ്പിൻ്റെ പെരുന്നാക്കും ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യാസമല്ലാതെ ഞങ്ങളെല്ലാവരും ഉമ്മാക്ക് ഡ്രസ്സ് വാങ്ങും. ഉമ്മാക്കൊരു മാക്സിയും ഉമ്മാക്കൊരു പാവാടിയും ഞങ്ങളെല്ലാം 9 ജോഡി ആണ്ടോ എല്ലാ പെരുന്നാക്കും കിട്ടും. ഉമ്മ ഒഫാത്തായപ്പോൾ തീരെ ഉപയോഗിക്കാത്ത പുതിയതെന്നെങ്ങനെ ഉമ്മാൻ്റെ ചങ്ങാഴ്ചകളായ ആ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ഞങ്ങൾ എടുത്തിട്ട് ആ താഴ്സിയത്തിൻ്റെ അന്ന് ദ്വായൻ്റെ അന്ന് എല്ലാ സഹോദരിമാർക്കും ഉമ്മാൻ്റെത് പുതിയത് ഇങ്ങനെ എന്താ എല്ലാവരും കൊണ്ടേ കൊടുക്കും ഉമ്മാക്ക്. ഓ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ ആലോചിക്കണം. നമുക്ക് മക്കളുണ്ടായിക്കോട്ടെ, അത് അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നവൻ, അള്ളാഹുവാണ് മക്കളെ തരുന്നവൻ. എത്ര മക്കളുണ്ടായാലും നഹ്നു നർസുഖുക്കും വഇയ്യാക്കും, നിങ്ങളെ റിസ്ക്കിൻ്റെ കാര്യം അള്ളാഹ് ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് ജനിക്കാൻ പോകുന്ന മക്കളെ കൂട്ടത്തിൽ AP ഉസ്താദിനെ പോലത്തെ ആര്യമുണ്ടാകാം, ജനിക്കാൻ പോണ മക്കളെ കൂട്ടത്തിൽ കണ്ണിയത്ത് ഉസ്താദിനെ പോലത്തെ ആര്യമുണ്ടാകാം. അള്ളാഹു റബ്ബി ജനിക്കാൻ പോകുന്ന മക്കളെ കൂട്ടത്തിൽ അള്ളാഹു റബ്ബി വലിയ വലിയ ആളുകളുണ്ടാകാം. അവരെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് കൊന്നുകളയല്ലേ. അള്ളാഹുവാണ് ഭക്ഷണം തരുന്നവൻ, അള്ളാഹുവാണ് എല്ലാം കണക്കാക്കുന്നവൻ. നമ്മൾ എന്താക്കണ്ട, കണക്കിന് എതിര് നിൽക്കണ്ട. മക്കൾ നല്ല പോലെ ഉണ്ടായി കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ബഹുമാനപ്പെട്ട എന്താണ് പറയുക, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ റഅയ്തു അഹദൻ അർഹമ അലൽ ഇയാലി മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ്. നബിതങ്ങളെപ്പോലെ കുടുംബത്തോട് കാരുണ്യം കാണിക്കുന്ന, കുടുംബത്തോട് കൃപ കാണിക്കുന്ന ഒരാളെ മുത്ത് നബിയെപ്പോലെ വേറെ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. നബിതങ്ങൾ കുടുംബജീവിതത്തിൽ എപ്പോഴും, നബിതങ്ങൾക്ക് എപ്പോഴും ഒരു പുഞ്ചിരിയാണ്, നബിതങ്ങൾ എപ്പോഴും ഒരു സന്തോഷത്തിലാണ്. ഭാര്യമാർക്കൊപ്പം മക്കൾക്കൊപ്പം നബിതങ്ങൾ എന്തൊരു സന്തോഷത്തിലാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗം. എപ്പോഴും നമ്മളെ വീട്ടിലിങ്ങനെ പട്ടാളായിട്ട് ഉമ്മയും ബാപ്പിയും. ഈ പെണ്ണുങ്ങളോടൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സഹോദരിമാരെ, ഭർത്താക്കന്മാരെ നിങ്ങൾ നല്ല പോലെ ബഹുമാനിക്കണം. ഭർത്താക്കന്മാരെ, ഭാര്യമാരോട് നിങ്ങൾ നല്ല സ്നേഹം കാണിക്കണം. ഉമ്മയും ബാപ്പിയും, ഉമ്മാക്ക് ഇങ്ങോട്ട് സ്നേഹം, വാപ്പാക്ക് അങ്ങോട്ട് ബഹുമാനം. അതാണ് മക്കൾ കാണേണ്ടത്. ഉമ്മ എപ്പോഴും മക്കളോട് വാപ്പയെ പറ്റി പറയണം. മക്കളെ, വാപ്പ കുവൈത്തിൽ പോയിട്ട്, വാപ്പ ദുബായിൽ പോയിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എത്ര കൊല്ലായി വാപ്പ അധ്വാനിക്കാൻ തുടങ്ങിയിട്ട്. വാപ്പാൻ്റെ അധ്വാനമാണ് ഈ പറമ്പ്, വാപ്പാൻ്റെ അധ്വാനമാണ് ഈ വീട്. നിനക്ക് ഡിഗ്രി വരെ പഠിപ്പിക്കാൻ സഹായിച്ചത് വാപ്പയാണ്. നിന്റെ കല്യാണത്തിൻ്റെ സമയത്ത് വാപ്പാൻ്റെ അടുത്ത് പണമില്ല, കടം വാങ്ങിയിട്ടാണ് നിന്നെ കെട്ടിച്ചയക്കാൻ വേണ്ടിയിട്ട് വാപ്പ ഉത്സാഹിച്ചത്. വാപ്പയെ പറ്റിയുള്ള നല്ല ബഹുമാനം ഉമ്മ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതേ സമയത്ത് വാപ്പ എന്ത് പറയും, മക്കളെ നിങ്ങളെയൊക്കെ ഗർഭം ധരിച്ച സമയത്ത് ഉമ്മാക്ക് നല്ലൊരു പാല് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല, നല്ല ഫ്രൂട്ടുകൾ വാങ്ങിക്കൊടുക്കാൻ അന്ന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഉമ്മാനോട് നിങ്ങൾ ഉമ്മാനെ വെറുപ്പിക്കരുതേ. ഉമ്മയെപ്പറ്റി ബഹുമാനം, സ്നേഹം അണ്ട് നിങ്ങൾ എപ്പോഴും കുടുംബത്തിൽ അതാണ് വേണ്ടത്. അല്ലാതെ വാപ്പാനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉമ്മാനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വാപ്പയും, പിന്നെ എങ്ങനെയാ മക്കൾ നന്നാവുക? പിന്നെ മക്കൾ നന്നാവോ? ഒരിക്കലും നന്നാവൂല. മാതാപിതാക്കൾ എപ്പോഴും സ്നേഹത്തിലാണോ, മക്കളിൽ ആ സ്നേഹം കാണും. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നമുക്ക് നോക്കാമല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ ഒരു കല്യാണം കഴിച്ചു, ഖദീജ ബീബിയെ. റസൂലുള്ളാഹിൻ്റെ ആദ്യത്തെ കല്യാണം ഖദീജ ബീബിയാണ്. ഏതാ ചൂടുണ്ടോ? മർഹബ. നിങ്ങളെ കൊണ്ട് എടുപ്പിക്കണത് ഒരു ഇതല്ല, നിങ്ങൾ സന്തോഷത്തിൽ എടുത്തന്നോണ്ടാ, ഇനി ഞാൻ തന്നെ എടുത്തിരുന്നു. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കല്യാണം കഴിച്ച ഭാര്യ ആരാ? ഖദീജ ബീബി. നിങ്ങൾക്കൊക്കെ അറിയാം. ഖദീജ ബീബിനെ അതിൻ്റെ മുമ്പ് 2 പുതിയാപ്പിളാർ കെട്ടിക്കണേ, പോലും മരണപ്പെട്ടതാ. അതിൽ 3 കുട്ടികളോ അല്ലെങ്കിൽ 4 കുട്ടികളോ ഉണ്ട്. ഒരു കല്യാണത്തിൽ 2 കുട്ടികളുണ്ട്, ഒരു കല്യാണത്തിൽ 1 കുട്ടിയോ അല്ലെങ്കിൽ 2 കുട്ടിയോ ഉണ്ട്. അങ്ങനെ 3 കുട്ടികളെ അമ്മയാണ് റസൂലുള്ളാഹി കല്യാണം കഴിച്ച ഖദീജ ബീബി. ഖദീജ ബീബിക്ക് അന്ന് 40 വയസ്സ്, റസൂലുള്ളാഹിക്കോ 25 വയസ്സ്. അതാണ് മുത്തനബിൻ്റെ കല്യാണം.
ആ കല്യാണത്തിൻ്റെ ബന്ധം 25 കൊല്ലം തുടർന്നു. 25 കൊല്ലം തുടർന്നു. റസൂലുള്ളാഹിക്ക് വയസ്സ് 50, ഖദീജ ബീവിക്ക് വയസ്സ് 65. ആ സമയത്ത് ഖദീജ ബീവി വഫാത്തായി. ഖദീജ ബീവിയും റസൂലുള്ളാഹിയും തമ്മിലുള്ള ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ എന്തൊരു സ്നേഹമാണ്, എന്തൊരു സന്തോഷമാണ്. അല്ലാഹ്, നബിതങ്ങൾക്ക് അന്ന് സാമ്പത്തിക ശേഷിയുണ്ടോ? ഇല്ല. അപ്പൊ ഖദീജ ബീവി എന്താ ചെയ്തത്? ഖദീജ ബീവിന്റെ മുഴുവൻ സ്വത്തും, ഖദീജ ബീവിന്റെ മുഴുവൻ സ്വത്തും, യാ റബ്ബ്, ഖദീജ ബീവിന്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? ഇപ്പൊ നമ്മളെ മറുവല്ലേ, സഫ മറുവന്റെ മറുവ, ആ മറുവയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആ അങ്ങോട്ട് ജന്നത്തുൽ ബക്കയിലേക്ക് പോണ അതുവരെ ഖദീജ ബീവിൻ്റെതാണ് മാർക്കറ്റ്. 2 സൈഡിലും സ്വർണ്ണ കച്ചവടം, വസ്ത്ര കച്ചവടം. ഞാൻ 1990, 2000 വരെയുള്ള കാലത്തൊക്കെ നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ അതിങ്ങനെ കണ്ടിരുന്നു. കണ്ട ആൾക്കാർ പോയി ഉണ്ടാവും. അല്ലെങ്കിൽ ബാപ്പയ്ക്ക് തങ്ങളുടെ ചരിത്രം വായിച്ചാൽ മതി, എന്നാ കാണും. അല്ലെങ്കിൽ ഇപ്പോൾ മാണ്ട് കഴിക്കണ ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിൻ്റെ ചരിത്രം വായിച്ചാൽ മതി. പഴമക്കാരായ ആൾക്കാരുടെ സ്നേഹത്തിൻ്റെ വിവരം. എന്താണ് ഖദീജാബിൻ്റെ കച്ചവടം. ആൾക്കാരൊക്കെ ഖദീജാബിനെ ആക്ഷേപിച്ചു. ഖദീജ ഈ പാവപ്പെട്ട ആളെയാണോ നീ പുതിയാപ്പളയെ എടുത്തുക്കണമെന്ന് ചോദിച്ചു. ഖദീജാബിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഖദീജാബി എന്താ ചെയ്തത്? ഖദീജാബിന്റെ പേരിലുള്ള സ്വത്ത് മുഴുവനും റസൂലുള്ളാഹിന്റെ പേരിലാണ് എഴുതി കൊടുത്തു. മക്കയിലെ ഏറ്റവും വലിയ മുതലാളിയായി മാറി നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭർത്താവിൻ്റെ അടുത്തുണ്ടോ ഭാര്യക്ക് അങ്ങോട്ട് കൊടുക്കണം, മൂപ്പരുടെ അടുത്തില്ലേ തിരിച്ചിങ്ങോട്ടും കൊടുക്കണം. നമ്മൾ പ്രായമാകുക, സ്വത്തിൻ്റെ ആകുക, ആരോഗ്യം കുറേ, ഇതൊക്കെ ജീവിതത്തിൽ സാധാരണയാണ്. എസ് എ ജമീലിൻ്റെ പാട്ടിൽ പറഞ്ഞേ, അന്ന് ഞാൻ ഈ മക്കളെ തന്തക്ക് മധുരപ്പനം ചക്കര, 3 മക്കളെ തള്ള ഞാൻ ഇന്ന് ഉണങ്ങിക്കടിച്ച കൊപ്പര. സങ്കടം പറഞ്ഞതാണ് പെണ്ണ്. എനിക്ക് ആരോഗ്യമുള്ള സമയത്ത്, ഭംഗിയുള്ള സമയത്ത്, പണമുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ അതിന് നിങ്ങൾ തന്നെ വേണമെന്നില്ല, ഏത് പെണ്ണിനും പറ്റും. അവിടെ ഒമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ എന്ന് പറഞ്ഞോടത്ത് മവദ്ദത്തം വറഹ്മ എന്ന് പറയുന്നുണ്ട്. മവദ്ദത്ത് റഹ്മത്ത് എന്താണ് പറഞ്ഞത്? ആരോഗ്യവും ചോരത്തളപ്പും ഭംഗിയും കുവ്വത്തും ഒക്കെ നിൽക്കുന്ന സമയത്ത് ഉള്ള സ്നേഹം, അതാണ് മവദ്ദത്ത്. വയസ്സായാലും രോഗമായാലും പ്രയാസമാകുന്ന സമയത്തും അതേ സ്നേഹം നിലനിർത്തുക, അതാണ് റഹ്മത്ത്. അതാണ് റഹ്മത്ത്. വയസ്സായ അമ്മ, വയസ്സായ വാപ്പ, അവർ തമ്മിൽ ഇപ്പോഴും വല്ലാത്ത ഒരു സ്നേഹം. അപ്പം ഉമ്മ എപ്പോഴും വാപ്പാനെ പറ്റി ബഹുമാനം പറയണം, വാപ്പ എപ്പോഴും ആരെപ്പറ്റി എന്ത് പറയണം? ഉമ്മാനെ പറ്റി സ്നേഹം പറയണം. ഇതാണ് മക്കൾ കേൾക്കേണ്ടത്. നിങ്ങൾ നോക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കല്യാണം കഴിച്ചു ഖദീജ ബീബിനെ. റസൂലുള്ളാഹിക്ക് ഖദീജ ബീബി വഫാത്തായി. പിന്നെ നബി തങ്ങൾ 2ാമത് കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന ഇണ ഏതാണെന്നറിയോ? പെണ്ണുങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. കല്യാണം കഴിച്ചു എന്ന് മാത്രം പഠിച്ചാൽ പോരാ. അല്ലാഹു റബ്ബി. റസൂലുള്ളാഹി 2ാമത് കല്യാണം കഴിച്ചത് സൗദാ ബീബിയാണ്. സൗദാ ബീബിയുടെ ഭർത്താവ് സക്രാൻ റളിയല്ലാഹു അൻഹു വഫാത്തായി. പച്ചടി പാവമാണ് ആ പെണ്ണ്. അറബികളിൽ കറുത്ത വർഗ്ഗക്കാരുണ്ട്. അറബികളിലെ കറുത്ത വർഗത്തിൽപ്പെട്ട പെണ്ണാണ് സൗദാ ബീബി. സൗദാ ബീബി തടി കൂടുതലുള്ള പെണ്ണാണ്. ശരീരപ്രകൃതി ചിലവർ അങ്ങനെ ഉണ്ടാവുമല്ലോ. 6 മക്കളുണ്ട്. 6 മക്കളുണ്ട്. റസൂലുള്ള 2ാമത് കല്യാണം കഴിച്ചത് സൗദാ ബീബി. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, തടിച്ചിട്ട് തീരെ നടക്കാൻ വയ്യാത്ത ഒരു പെണ്ണ് 6 കുട്ടികളെയും കൊണ്ടാണ് പുതുമണവാട്ടിയായിട്ട് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വരുന്നത്. എങ്ങനെ ഉണ്ടാവും കല്യാണം? പിന്നെ റസൂലുള്ള കല്യാണം കഴിച്ച മറ്റൊരു പെണ്ണ് ഏതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ച മറ്റൊരു പെണ്ണ് ഉമ്മു സലമ ബീബിയാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായി. അബൂ സലമ വഫാത്തായപ്പോൾ ഉമ്മു സലമ ബീബിക്ക് 4 കുട്ടികളാണ്. മദീനത്ത് ഉമ്മു സലമ ബീബിക്ക് കുടുംബങ്ങളില്ല, കൂട്ടുകാരില്ല, അറിയണവരില്ല, ആരുമില്ല. ഒറ്റയായ ജീവിത. അബൂ സലമ വഫാത്തായപ്പോൾ വല്ലാത്ത സങ്കടമായി. എന്നും മദീനത്തെ പള്ളിയിൽ ചർച്ചയാണ്. 4 കുട്ടികളും ആ തള്ളിയും കഷ്ടപ്പാട് കഷ്ടപ്പാട്, ആ അമ്മയും കുട്ടികളും. റസൂലുള്ളാഹിക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നോക്കാൻ പറ്റുമോ? ഒരു ഭർത്താവില്ലാത്ത വീട്ടിൽ വെറുതെ ഇങ്ങനെ പോയി നോക്കിയാൽ നബി അല്ല ആരാണെങ്കിലും എന്താ ഒരു പോക്കവിടെ അധികം അല്ലേ? പള്ളിക്കത്തെ ഉസ്താദ് ഇങ്ങനെ വല്ലാതെ ഒരു പെരിയിൽ പോയിക്കൊണ്ടിരുന്നാലേ മുതൽക്കെന്താ അവിടെ ഒരു മണം കൂടുതലുണ്ടല്ലോ. ഏത് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ആരായിട്ടും കാര്യമല്ല. ഇപ്പോഴത് കൂടുതലുമാണ്. ഇപ്പം ആക്ഷേപവും കാര്യമൊക്കെ എന്താ കൂടുതലാണ്. അതല്ലേ റസൂലുള്ളവർക്ക് ഒരു ഇരുട്ടിൽ രാത്രി ഇശാന്റെ ശേഷം നബിതങ്ങളും ഒരു ഭാര്യയും കൂടി ഒറ്റക്ക് വർത്താനം പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് രാത്രി. അപ്പോൾ ഒരാളതിലെങ്ങനെ നടന്നുപോയി.
നടന്നു പോണ നിയലിങ്ങനെ കണ്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു ഇതിൻ്റെ ഭാര്യയാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഇതാരാണ്? ഇതിൻ്റെ ഭാര്യയാണ് കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, നബിയെ ഞങ്ങൾ ആരെങ്കിലും തങ്ങളെ സംശയിക്കുമോ എന്ന് ചോദിച്ചു. എൻ്റെ മനസ്സിൽ വെറുതെ ഒരു വിചാരം വരണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതാ പറഞ്ഞത്, മനുഷ്യൻ്റെ മനസ്സിൽ എപ്പോഴും അല്ലതി, അതാ പറഞ്ഞത്. അവിടെ നിൽക്കണം നമ്മൾ. മനുഷ്യൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത യുവസ്ബിസ് ഉണ്ടാക്കി കൊടുക്കും. അതാ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് റസൂലുള്ള മറ്റൊരു കല്യാണം കഴിച്ചത് ഉമ്മു സലമ ബീവി. അതിലൊരു സംഗതി കേട്ടോ നിങ്ങൾ പഠിക്കണ്ടേ. ഭർത്താക്കന്മാർ ഭാര്യമാരുടെ സ്വഭാവത്തിലും ഭാര്യമാർ ഭർത്താക്കന്മാരുടെ സ്വഭാവത്തിലും ക്ഷമിക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ ദേഷ്യം പിടിക്കുമല്ലേ, അവിടെ ക്ഷമിക്കാൻ കൂടുതലും പെണ്ണുങ്ങൾ നല്ലോണം ക്ഷമിക്കണം. അള്ളാഹു നമ്മളെ സഹോദരിമാർക്കൊക്കെ റായത്ത് കൊടുക്കട്ടെ. നിങ്ങൾ ആമീനൊരു ഉഷാറില്ലല്ലോ. നമുക്ക് രണ്ടു കൂട്ടർക്കും അള്ളാഹു തരട്ടെ. അത് ശരി, ഓർക്ക് മാത്രം തുറന്നപ്പോഴാണ് നിങ്ങളൊരു എന്ന ആമീൻ പറഞ്ഞതിലേ. ഞാൻ വിചാരിച്ചത് നിങ്ങൾ വലിയ സ്നേഹത്തിലാണ്. അപ്പോൾ അള്ളാഹുവെ ഞങ്ങളെ ഭാര്യ ഭർത്തൃ ജീവിതം റാഹത്തിലാക്കണേ അല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടി ഉമ്മു സലമ ബീവി പറ്റ കഷ്ടപ്പാടിലാണ്. നബി തങ്ങൾ ഈ കല്യാണം കഴിക്കുന്നതൊക്കെ എന്തിനാണെന്നറിയോ? വിധവയായ പെണ്ണിനും യതീമായ മക്കൾക്കും ഒരു സംരക്ഷണം കൊടുക്കണം. അതിനാ റസൂലുള്ളാഹിന്റെ കല്യാണം. റസൂലുള്ള കല്യാണം കഴിച്ചു കൊടുത്തതിന് ആയിഷാ ബീവി മാത്രമേ കന്യകയുള്ളൂ. അതിനെന്തിനാ കല്യാണം കഴിച്ചത് ആയിഷാ ബീവിനെ? ആയിഷാ ബി റസൂലുള്ളാഹിനെ പോലത്തെ ഒരു വലിയ ആളുകൾക്ക് സ്ത്രീകളെ കൂട്ടത്തിൽ നിന്ന് ഒരു പ്രൈവറ്റ് സെക്രട്ടറി വേണം. അതിന് ബുദ്ധിമതിയായ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെ വേണം. അതാണ് ബീവി ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ ലോകാവസാനം വരെ വരാനിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടോ, ഹൈലിൻ്റെ പ്രശ്നം, നിഫാസിൻ്റെ പ്രശ്നം, സ്വത്താവകാശത്തിൻ്റെ പ്രശ്നം, അത് മുഴുവനും ആരാണ് പഠിപ്പിച്ചു കൊടുത്തത് ലോകത്തിന്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ്. ഒരു പെണ്ണ് ഉമ്മയായിരിക്കുമ്പോൾ കിട്ടുന്ന സ്വത്താവകാശം, ഭാര്യ ആയിരിക്കുമ്പോൾ കിട്ടുന്ന സ്വത്താവകാശം, അതേപോലെ തന്നെ നമ്മൾ മകളാകുമ്പോൾ പെങ്ങളാകുമ്പോൾ ഇവിടെയൊക്കെ ആയിഷ ബീവിയാണ് ലോകത്തിന് പഠിപ്പിച്ചത്. പെണ്ണുങ്ങൾ എന്താ നബി തങ്ങളെ കൂടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. ആയിഷ ബീവിക്ക് പ്രായം ചെറുപ്പമാണ്. ആയിഷ ബീവിക്ക് വയസ്സ് 18 സമയത്താണ് റസൂലുള്ള 63 വഫാത്താകുന്നത്. നോക്കി, റസൂലുള്ള 63 വഫാത്താകുമ്പോൾ ആയിഷ ബീവിന്റെ വയസ്സ് എത്ര? 18. പിന്നെ ആയിഷ ബീവി അടക്കമുള്ള ഭാര്യമാരെ കല്യാണം കഴിക്കാൻ ആർക്കെങ്കിലും പാടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അവർ നമ്മളെ ഉമ്മമാരാണ്. ആയിഷ ബീവി പിന്നെ വഫാത്താകുന്നത് എത്രാമത്തെ വയസ്സിലാണ്? 63-മത്തെയോ 65-മത്തെയോ വയസ്സിലാണ്. 18-ന്ന് 65-ക്ക് എത്ര കൊല്ലുണ്ട്? നിങ്ങളോട് പതി ചോദിച്ചിട്ട് കാര്യമില്ല. ഒക്കെ ഞായറാഴ്ച സ്കൂളിൽ പോയ മാതിരിയാണ് എല്ലാവരും. പണ്ട് സ്കൂൾ ക്ലാസ്സിൽ നിന്നേ 40 കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ. അപ്പോൾ സാറ് ചോദിച്ചു, എടോ ആ കോഴിക്കോടുണ്ടല്ലോ മാനാഞ്ചർ ആ കുളം, അത് നിറക്കണമെങ്കിൽ എത്ര കൊട്ട മണ്ണ് വേണ്ടി വരും എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു 100, മറ്റേ കുട്ടി പറഞ്ഞു 200. കുട്ടികൾ ബഹളം വെക്കൽ തുടങ്ങി. 100, 200, 400, 500 ഒന്നായിട്ട് കുട്ടികൾ. അപ്പോൾ ഒരു കുട്ടി ഇഞ്ചമാതിരി ഒരു സാധുവാണ്, ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. ഇവരെ ഈ ബഹളമൊക്കെ കഴിഞ്ഞ ശേഷം സാറ് ചോദിച്ചു, എടോ നീ ഒന്നും പറഞ്ഞില്ലല്ലോ, എത്ര കൊട്ടയാവും എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, സാറേ കുളത്തിൻ്റെ അത്ര വലിപ്പമുള്ള കൊട്ടയാണെങ്കിൽ ഒറ്റ കൊട്ട മതിയാവുന്നതാണ്. അല്ലാഹു റബ്ബി, നമ്മളെ കണക്കൊക്കെ കൊട്ടക്കണക്കിലായാൽ പറ്റൂല, കുറച്ചൊക്കെ നമ്മളെത്തി വിവരം വേണം. അല്ലാഹുവിന് ഖൈർ നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട റസൂലുള്ള കല്യാണം കഴിച്ചപ്പോൾ ഉമ്മു സലമ ബീവിനെ കല്യാണം കഴിക്കുന്നത് ആ വിധവയായ പെണ്ണിനും കുട്ടികൾക്കൊരു സംരക്ഷണം കിട്ടാനാ. അതാ റസൂലുള്ളാഹിന്റെ കല്യാണം. അപ്പോൾ ഉമ്മു സലമ ബീവി കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ ഖൗലത്ത് ബീവി റളിയല്ലാഹു അൻഹ ചെന്നിട്ട് പറഞ്ഞു, ഉമ്മു സലമോ, ഓ ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് വരികയാണ്, നിനക്കൊരു സന്തോഷ വാർത്ത ഉണ്ട്. എന്തേന്ന് ചോദിച്ചു. റസൂലുള്ള നിന്നെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് കേട്ടപ്പോൾ ഉമ്മു സലമ ബീവിൻ്റെ 2 കണ്ണുന്നും ഒന്നായിട്ട് കണ്ണുനീരിന് വന്നു, ഒന്നായിട്ട് കണ്ണുനീര്. അപ്പോൾ ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു. എനിക്ക് മുത്തുനബിനെ പുതിയാപ്പിളായി കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ഭാഗ്യവതിയാവും. എന്താണ്? ഞാൻ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പദവിയിലേക്ക് ഉയരും, സ്വർഗം ഉറപ്പാകും. പക്ഷേ എനിക്കൊരു സങ്കടമുണ്ട്, അതെനിക്ക് റസൂലുള്ളാഹിനോട് പറയണം, അതിൻ്റെ മുമ്പ് നിക്കാഹ് പറ്റൂല, എനിക്കൊരു സങ്കടം പറയാണ്ട്. അപ്പോൾ ഖൗലത്ത് ബീബി പോയിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, കല്യാണത്തിന് മുമ്പ് ഉമ്മു സലമക്ക് എന്തോ പറയാണ്ട് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ അവിടെ എത്തി. ഉമ്മു സലമാനോട് പോയി ചോദിച്ചു, ഉമ്മു സലമ എന്തേ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മു സലമ ബീബി പറഞ്ഞു, നബിയേ നിങ്ങളെന്നെ കല്യാണം കഴിക്കുന്നുവെന്ന് കേട്ടപ്പോൾ എത്രയാണ് എൻ്റെ സന്തോഷം, പക്ഷെ അതിനേക്കാൾ എനിക്ക് ബേജാറുണ്ട്. എന്തേന്ന് ചോദിച്ചു.
നബിയെ ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന പെണ്ണാണ്. ചില ആണുങ്ങൾക്കും ചില പെണ്ണുങ്ങൾക്കും ഉണ്ടാവും ചില ദേഷ്യം. പെട്ടെന്ന് ദേഷ്യം വന്നാൽ എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെയല്ലേ ചില ആളുകൾ? ഒറ്റ ദേഷ്യം മതി കിണറ്റ് ചാടാൻ. 100 ദേഷ്യം പിടിച്ചാലും ഇങ്ങോട്ട് കയറാൻ കഴിയുമോ? ദേഷ്യം പിടിച്ചിട്ട് എവിടേക്കാണ് ചാടി? കിണറ്റിക്കാണ് ചാടി. ഒറ്റ ദേഷ്യം മതി എവിടേക്ക് ചാടാൻ? കിണറ്റ് ചാടാൻ. 100 ദേഷ്യം പിടിച്ചാലും കയറാൻ കഴിയുമോ? അതാണ് ദേഷ്യത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ റസൂൽ നബിയെ ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പെണ്ണാണ്. ദേഷ്യം വന്നാൽ എന്താ പറയണമെന്ന് എനിക്കെന്നെ അറിയില്ല. നമ്മൾ രണ്ടാളും ഭാര്യ ഭർത്താക്കന്മാരായി നിൽക്കുന്നതിനിടയ്ക്ക് എനിക്കങ്ങനെ ദേഷ്യം വന്നിട്ട് തങ്ങളോട് എൻ്റെ ദേഷ്യം കാണിക്കേണ്ടി വന്നാൽ ഞാൻ കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരൂലേ? അത് പേടിച്ചിട്ട് ഞാൻ ബേജാറിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ കെട്ടാൻ പോയ പെണ്ണ് ഈ ജാതി ദേശക്കാരത്തിയാന്ന് അറിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഉറപ്പിച്ചോ? അത് കേട്ടപ്പം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മു സലമ സാരമില്ല, നിന്റെ ആ അസുഖം മാറിക്കിട്ടാൻ ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്തോളാം. ഞാൻ ദുആ ചെയ്തോളാം റസൂലുള്ള. അപ്പം ഉമ്മു സലമ ബീവി പറഞ്ഞു, എന്നാൽ എനിക്ക് ഒന്നും കൂടി പറയാണ്ട്. പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ്, ചാൻസ് കൊടുത്താൽ പിന്നെയും പറയണ്ടോ. അതിനവസരം കൊടുക്കണം. നമ്മൾ ഒരു പറഞ്ഞോട്ടെ, നമ്മളെ കുടുംബകാര്യമൊക്കെ ആരെന്നെയാണ് പറയേണ്ടത്? പെണ്ണുങ്ങൾ തന്നെയാണ് പറയേണ്ടത്. ദിവസം ഭാര്യയും ഭർത്താവും കുറച്ച് സമയം സംസാരിച്ചിരിക്കണം. കുടുംബത്തിൻ്റെ കാര്യം, കെട്ടിക്കാനുള്ള കാര്യം, ഗർഭമായ കാര്യം, അടിയന്തരത്തിൻ്റെ കാര്യം, 40ൻ്റെ കാര്യം, 90ൻ്റെ കാര്യം, ഇതൊക്കെ പെണ്ണുങ്ങളെടുത്താണ്ടാവുക. പറയാൻ അവസരം കൊടുക്കണ്ടേ? അപ്പം ഉമ്മു സലമ ബീവി പറഞ്ഞു, എനിക്ക് ഒന്നും കൂടി പറയാണ്ട്. അപ്പം എന്താന്ന് വെച്ചു. അപ്പം പറഞ്ഞു, നബിയേ ഞാനിപ്പോൾ തങ്ങൾക്കൊരു ഭാര്യയായിട്ട് നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ എനിക്ക് പ്രായമായില്ലേ നബിയേ? എനിക്ക് പ്രായമായില്ലേ? അപ്പം തങ്ങളോടൊപ്പം ഒരു ഇണയും തുണയുമായിട്ട് നിൽക്കാൻ എൻ്റെ ഈ പ്രായമായ സമയത്ത് കഴിയുമോ? അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതിൽ ബേജാറാകേണ്ട ഉമ്മു സലമ, എനിക്കും പ്രായമായില്ലേ, നമുക്ക് രണ്ടാക്കും സഹകരിച്ച് പോകാലോ. അപ്പം അൽഹംദുലില്ലാഹ്. അപ്പം ഉമ്മു സലമ ബി പറഞ്ഞു, എന്നാൽ എനിക്ക് ഒന്നും കൂടി പറയാണ്ട്. അതങ്ങനെയാണ്, പെണ്ണുങ്ങൾക്ക് ചാൻസ് കൊടുത്താൽ പിന്നെ അത് നല്ലോണം പറയാനുണ്ടാവും. നിങ്ങൾ കൊടുക്കായിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. കൊടുക്കണം നമ്മൾ അവസരം. അപ്പോൾ അതെന്താന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മു സലമ ബീവി പറഞ്ഞു, നബിയെ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് നമുക്ക് ജീവിക്കാമെന്ന് വെച്ചാലും എനിക്കൊരു വിഷമമുണ്ട്. എന്തേ ഉമ്മു സലമ? എനിക്ക് 4 മക്കളാണ്. ഞാൻ തങ്ങളൊപ്പം കല്യാണം കഴിച്ച് കൂടിയിട്ട് ഈ പൈത മക്കളെ ഞാൻ സംരക്ഷിക്കാനോ ചെയ്യുക, നിങ്ങളെ ശുശ്രൂഷിക്കാനോ ചെയ്യുക, ഈ മക്കളെ കാര്യം നോക്കുന്നതിനിടയ്ക്ക് തങ്ങളെ കാര്യത്തിൽ എനിക്ക് ബേജാറാകണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ, ഉമ്മു സലമ നീ ബേജാറാവണ്ട, കല്യാണം കഴിഞ്ഞാൽ മക്കളെ നമുക്ക് രണ്ടാക്കും സംരക്ഷിക്കാമല്ലോ. യാ റബ്ബ് യാ റബ്ബ്. കണ്ടങ്ങൾ, മക്കളെ നമുക്ക് രണ്ടാക്കും സംരക്ഷിക്കാലോ. അങ്ങനെ റസൂലുള്ള കല്യാണം കഴിച്ച ഖദീജ ബീബി വഫാത്തായ ശേഷം 10 ഭാര്യമാർ റസൂലുള്ളാഹിക്കുണ്ട്. ഒറ്റ ഭാര്യമാരിലും മക്കളില്ല. 10 ഭാര്യമാർ റസൂലുള്ളാഹിക്കുണ്ട്, ആരിലും മക്കളില്ല. ആരിൽ മാത്രമാണ് മക്കളുണ്ടായത്? ഖദീജ ബീബിയിൽ മാത്രമാണ് മക്കളുണ്ടായത്. ഖദീജ ബീബിയിലുണ്ടായ മക്കളൊക്കെ ചെറുപ്പത്തിൽ തന്നെ നേരത്തെ വഫാത്തായിപ്പോയി. ആര് മാത്രമാണ് ബാക്കിയായത്? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ മാത്രമാണ് ബാക്കിയായത്. ഫാത്തിമ ബീബി വഫാത്തായത് എപ്പോഴാണ്? റസൂലുള്ള വഫാത്തായിട്ട് പിന്നെയും 6 മാസം കഴിഞ്ഞിട്ടാണ്. അന്ന് ഫാത്തിമ ബീവിയുടെ വലുതാകലിനനുസരിച്ച് റസൂലുള്ള ഉപദേശിച്ചിങ്ങനെ വളർത്തി ഫാത്തിമ ബീവിക്ക് ഒരു കല്യാണപ്രായമായപ്പോൾ പലരും കല്യാണ അന്വേഷണമുണ്ട്. പക്ഷേ നബി തങ്ങൾ തെരഞ്ഞെടുത്ത പുതുമണവാളൻ അലി റളിയല്ലാഹു അൻഹുവാണ്. ഞാൻ ഈ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറയാം, മാതാപിതാക്കൾ ഉള്ള കാലത്ത് അവർ തെരഞ്ഞെടുക്കണം നമുക്ക് വേണ്ട ഭാര്യ ഭർത്താക്കളെ, നമ്മൾ സ്വന്തം തെരഞ്ഞെടുക്കലല്ല. ഇപ്പൊ പെൺകുട്ടികളൊക്കെ എന്താണ്, ഓൽക്കുള്ളത് തിരഞ്ഞെടുക്കണം. നമ്മളോടുന്നൊരു വാപ്പ ചോദിച്ച മകനോട് എനിക്കൊരു കല്യാണം ഉണ്ടാക്കണ്ടേന്ന് ചോദിച്ചു വെള്ളിയാഴ്ച രാവിലെ. അപ്പോൾ ഓൻ പറഞ്ഞു, നിങ്ങൾ തിരക്കൂട്ടണ്ട, ജുമയൊക്കെയാണ് കഴിഞ്ഞോട്ടെ. അല്ലാഹു റബ്ബി. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ തുറന്ന് പറയണേന് എന്തില്ല. പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. കല്യാണം അന്വേഷിച്ച പുരുഷൻ്റെ വീട് പെണ്ണ് വന്ന് കണ്ടുമൊക്കെ തൃപ്തിപ്പെട്ട് പോയെങ്കിലേ കല്യാണം നടക്കുള്ളൂ. അതാണ് ഇപ്പോഴത്തെ സംഗതി. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത്, മക്കളെ നിങ്ങൾക്കൊരു വിവാഹം എന്ന് പറയുന്നത് നിങ്ങളെ എത്രയോ മുമ്പ് ആഗ്രഹിച്ചിരിക്കുകയാണ് ഉമ്മ. എൻ്റെ മോളൊരു മണവാട്ടിയായി ഇറങ്ങുന്നത് കാണാൻ
എൻ്റെ മോനൊരു പുതിയാപ്പിളായി ഇറങ്ങുന്നത് കാണാൻ, നിക്കാഹിൻ്റെ സദസ്സ് കാണാൻ വാപ്പാക്ക് എത്രയാണ് കൊതി. അതിനിടക്കാണ് വാപ്പാനും ഇമ്മാനും ഒക്കെ മറികടന്നിട്ട് ജാതി നോക്കാതെ മതം നോക്കാതെ മകൻ കോളേജിൽ നിന്ന് വേറെ പെണ്ണിനെ കൊണ്ടുവന്നു, മകള് വേറെ പുതിയാപ്പിളിനെ കൊണ്ടുവന്നു. ഹാഷാവക്കല്ല, അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും നീളം പോവുകയില്ല. അള്ളാന്റെ റസൂല് തെരഞ്ഞെടുത്തു. അലി റളിയല്ലാഹു അൻഹുവിനെ പുതുമണവാളനായി തെരഞ്ഞെടുത്തു. ഫാത്തിമോനോട് പറഞ്ഞു, അലിയെ കൊണ്ട് നിന്നെ കല്യാണം ഉണ്ടാക്കുകയാണ്. അള്ളാഹു റബ്ബി, കല്യാണത്തിന്റെ ദിവസം അടുത്തു. അലി റളിയല്ലാഹു അൻഹു പുതിയാപ്പിളയായി വന്നിട്ടുണ്ട്. ആരെ കൂട്ടിപ്പോകാനാ? പുതുപെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകാൻ. ഓ പ്രിയപ്പെട്ടവരെ, അപ്പൊ എന്താ സംഭവം? നബി തങ്ങളുടെ വീട്ടിൽ പുതുമണവാട്ടിയായി ഫാത്തിമ ബീബി മണിയറയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഫാത്തിമ ബീബിക്ക് ഉമ്മ എന്ന് വിളിക്കാൻ ഖദീജ ബീബി ജീവിച്ചിരിപ്പില്ല, ഉമ്മമ്മ എന്ന് വിളിക്കാൻ ഒരു വല്യമ്മ ജീവിച്ചിരിപ്പില്ല, ഇക്കാക്ക എന്ന് വിളിക്കാൻ ഒരു ആങ്ങള ജീവിച്ചിരിപ്പില്ല, ഇത്താത്ത എന്ന് വിളിക്കാൻ ഒരു ജ്യേഷ്ഠത്തി ജീവിച്ചിരിപ്പില്ല. ഫാത്തിമ ബീബിക്ക് ആ സ്ഥാനത്തൊക്കെ ആരെന്നെ ഉള്ളൂ? വാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹ്. അലി റളിയല്ലാഹു അൻഹു പുതിയാപ്പിളായി വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമൂനെ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോ ഫാത്തിമ ബീബി കുടുകുടാ കരയുകയാണ്. ഉമ്മ എന്ന് പറയാനൊരാളില്ലല്ലോ, ഉമ്മമ്മ എന്ന് വിളിക്കാനൊരാളില്ലല്ലോ, എനിക്ക് ഇക്കാക്ക എന്ന് വിളിക്കാൻ ആങ്ങളയില്ലല്ലോ. അലിയാരോട് ഫാത്തിമ ബീബി അലിയാരോട് റസൂലുള്ളാഹി പറഞ്ഞു, അലിയെ ഫാത്തിമു നിന്റെ കൂടെ വന്നോട്ടെ, നീ അവളോട് ഇപ്പൊ പ്രത്യേകിച്ചൊന്നും പറയണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാറുണ്ട്. അങ്ങനെ അലിയാര് ഫാത്തിമൂനും കൂട്ടി പോയി. പിന്നീട് റസൂലുള്ളാഹി തങ്ങൾ ആ വീട്ടിൽ ചെന്നു. അലിയാരെ വീട്ടിൽ ചെന്നിട്ട് എന്താ ചെയ്തത്? റസൂലുള്ളാഹി തങ്ങൾ നടുവിലിരുന്നു, അപ്പുറത്തും ഇപ്പുറത്തും ഫാത്തിമും അലിയാരും ഇരുന്നു. അങ്ങനെ റസൂലുള്ള കുറേ നേരം രണ്ടാളെ ചുമലിലേക്കും ഇങ്ങനെ കൈവച്ചു. അലി റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തും ഫാത്തിമ ഒരു ഭാഗത്തും, റസൂലുള്ള നടുക്കും. ഇടക്കിടക്ക് റസൂലുള്ള പോകും. എന്നിട്ട് ഇങ്ങനെയാണ് ഇരിക്കുക, ഇങ്ങനെ ഇരിക്കുക. റസൂലുള്ള നടുവിലിരിക്കും, അപ്പുറം അപ്പുറം രണ്ട് മക്കളും ഇരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമോനോട് പറയും, ഫാത്തിമോ, നിനക്കൊരു ഇണയായി കിട്ടിയിരിക്കുന്ന ഭർത്താവ്, അവൻ്റെ സ്വഭാവം, അവരെ പെരുമാറ്റം, ഫാത്തിമ ബീബിക്കൊരു ഭാര്യ ചെയ്യേണ്ടതൊക്കെ വാപ്പ പഠിപ്പിച്ചു കൊടുത്തു. സന്തോഷം, പെരുമാറ്റം എല്ലാം സഹിക്കണം, മറക്കണം, പൊറുക്കണം. അല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു പണമില്ലാതെ ദാരിദ്ര്യത്തിലായി. ഓ പെണ്ണുങ്ങളെ, ദുബായിലെ കച്ചവടം നടക്കണില്ല, ഇവിടെയാണെങ്കിൽ വരുമാനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മളെ കുടുംബത്തിലാണെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ സമയം വന്നും ചെയ്തു. നിങ്ങളെ ഭർത്താവ് വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ആ സമയത്ത് അവസരം മനസ്സിലാക്കി സംസാരിക്കാൻ ഭാര്യമാര് മുന്നോട്ട് വരണം. അപ്പൊ അവരെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ കഷ്ടപ്പാടിന്റെ പറുദീസയിലാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒറ്റ പൈസ വരുമാനമില്ല. അലി റളിയല്ലാഹു അൻഹു ജോലി തേടി ഇറങ്ങി. മദീനത്ത് ജോലി തേടി ഇറങ്ങി. ജോലി അന്വേഷിച്ചിങ്ങനെ പോകുമ്പോൾ മദീനത്ത് കുറച്ച് ഉയരമുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ഉണ്ട് കുറച്ച് മണ്ണൊക്കെ കൂട്ടിയിട്ടിരിക്കണ്. അപ്പോൾ അലിയാർ അങ്ങോട്ട് കയറി ചെന്നു. ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വീട്ടിൽ നിന്നൊരു പ്രായമുള്ള ഉമ്മ പറഞ്ഞു, മോനെ, ഇവിടെ ഒരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട്, പക്ഷേ ഈ മണ്ണ് കൊണ്ടുവന്നിരിക്കുന്നതിലേക്ക് വെള്ളം വേണം. ഇവിടെ നിന്ന് താഴെ കുറെ അങ്ങോട്ടെത്തിയിട്ട് അവിടെ ഒരു കിണറ്റിലാണ് വെള്ളമുള്ളത്. തോൽപാത്രത്തിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുവരണം. അലി റളിയല്ലാഹു അൻഹു വെള്ളം കോരാൻ വേണ്ടി തോൽപാത്രം എടുത്തു. എത്രയാണ് കൂലി? ഒരു പാത്രം വെള്ളം അവിടുന്ന് കോരിയിട്ട് ഈ കുന്ന് കയറി ഇവിടെ എത്തിച്ചു കൊടുത്താൽ ഒരു ഈത്തപ്പഴമാണ് കൂലി. ഒരു ഈത്തപ്പഴമാണ് കൂലി. അലി റളിയല്ലാഹു അൻഹു ആ കിണറ്റിൽ പോയി വെള്ളം കോരിയിട്ട് ആ വെള്ളം ഇങ്ങനെ കിണറ്റിൽ നിന്ന് വലിച്ചു കോരി അത് കൊണ്ടുവന്ന് 7 പാത്രം വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും അലി റളിയല്ലാഹു അൻഹു ക്ഷീണിതനായി. 7 ഈത്തപ്പഴം കൂലി വാങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ഫാത്തിമൂന്റെ അടുക്കലേക്ക് അങ്ങോട്ട് ഓടിച്ചെന്നു. ഫാത്തിമൂന്റെ കയ്യിലേക്ക് 7 ഈത്തപ്പഴം കൊടുത്തപ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ആ ഈത്തപ്പഴം ഒരെണ്ണം എടുത്ത് കീറിയിട്ട് പകുതി അലിയാർക്കും പകുതി ഫാത്തിമൂനും ബാക്കി അവിടെ സൂക്ഷിച്ചു വെച്ചു. പിറ്റേത്തെ ദിവസം ഒരു ഈത്തപ്പഴം എടുത്ത് മുറിച്ചിട്ട് പകുതി അലിയാർക്കും പകുതി ഫാത്തിമൂനും, പിറ്റേത്തെ ദിവസം ഒരു ഈത്തപ്പഴം എടുത്ത് മുറിച്ചിട്ട് പകുതി അലിയാർക്കും പകുതി ഫാത്തിമൂനും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം മുഹമ്മദ് മുസ്തഫ. എന്താണ് കുടുംബം എന്ന് പറയുന്നത്? എന്താ കുടുംബം എന്ന് പറയുന്നത്? ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പുഞ്ചിരി, അതാണ് കുടുംബം.
ഞമ്മക്കിന്ന് അതിന് ക്ഷമല്ലല്ലോ. നാളെ രാത്രി 2.5 മണിക്കൂർ ചെറുപ്പക്കാരൻ എന്നെ ഫോൺ ചെയ്തു. ഹലോ, ഓ കൂറ്റമ്പാറ ഉസ്താദല്ലേന്ന് വെച്ചു. ആന്ന് പറഞ്ഞു. ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് ഓനാണ് കരഞ്ഞു. എന്തേ മോനേന്ന് ചോദിച്ചു. എൻ്റെ ഭാര്യ കിണറ്റി ചാടാൻ പോവുകയാണ്. എന്നാൽ ടോർച്ച് അടിച്ചു കൊടുത്തളാറുണ്ട്. ഞാൻ ഓളേതായാലും പോകാൻ നിൽക്കണോടത്ത് പിന്നെ ഞാൻ നോക്കിക്കണ്ടാവില്ലല്ലോ. അല്ല ഓക്കറാജി അതല്ലേ പറയാന്നല്ലേ, ടോർച്ച് അടിച്ചു കൊടുത്തളാറുണ്ട്. അപ്പം ഇവൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ വെച്ചു. കേട്ട് മോനെ, കിണറ്റി ചാടാൻ പോകുകയല്ലേ, ടോർച്ച് അടിച്ചു കൊടുക്കുക. ഞാനെല്ലാ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയണം, ജീവിതത്തിൽ പട്ടിണി ഉണ്ടാവും, പ്രയാസം ഉണ്ടാകും, വിഷമം ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. ഇപ്പം നമ്മളെ UAE കോർഫക്ക എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഉണ്ട് സാജിദ സൂപ്പർ മാർക്കറ്റ്. അത് കോട്ടക്കൽ ഉമ്മറാജിൻ്റെതാണ്. എത്ര സൂപ്പർ മാർക്കറ്റുണ്ട്? ഒരുപാട് സൂപ്പർ മാർക്കറ്റ്. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ അറബികൾ മുഖേന ഒരു 200 പള്ളിയെങ്കിലും നമ്മളെ കേരളത്തിലും അട്ടപ്പാടിയിലും ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടാവും. അതിപ്പോൾ കുറച്ച് മുമ്പ് വഫാത്തായി. അള്ളാഹു ദർജ ഏറ്റിക്കൊടുക്കട്ടെ. വലിയ മുതലാളിയായി. അദ്ദേഹം ആദ്യമായിട്ട് ബോംബെയിൽ നിന്ന് ഉരുവിൽ കയറിയിട്ട് പോയ കഥ പറയലുണ്ട്. ഉരുവ് കയറിയിട്ട് പോയി. എന്നിട്ടോ കടലിൻ്റെ നടുക്കെത്തിയപ്പോൾ കോർപ്പക്കാൻ കരങ്ങനെ കാടിൽ തുടങ്ങിയപ്പോൾ കപ്പലത്തെ ആൾക്കാർ പറഞ്ഞു വെള്ളത്തേക്ക് ചാടിക്കൂളിയാണ്. വെള്ളത്തേക്ക് ചാടി നീന്തി കരക്ക് പറ്റി. അപ്പോഴേക്ക് ജീവൻ പകുതി കഴിഞ്ഞിക്കണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം അവിടെ ജീവിച്ചിട്ട് അറബികൾ പിടിച്ചിട്ട് അന്ന് അവിടെ ജയിലിലാക്കും. അങ്ങനെ ജയിലിലായി. ഉമ്മറാജി എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. ഞങ്ങൾ ജയിലിൽ ചെന്ന് നോക്കുമ്പോൾ 40 ആളുണ്ട് അവിടെ. ഉച്ചക്കത്തെ ഭക്ഷണത്തിന് റൊട്ടിയും ദാലുമാണ്. റൊട്ടിയും ദാലും നിങ്ങൾക്ക് ഇത് വേഗം മനസ്സിലാവുമല്ലോ. ദാല് അല്ലേ, ദാല് കാഹെ. അപ്പം ഉമ്മറാജി പറയാണ്, വലിയൊരു ചെമ്പിൽ ഏത് കൊണ്ടെന്ന് വെച്ചു? ദാല് കൊണ്ടെന്ന് വെച്ചു, പരിപ്പ്. ആ ജയിൽ വാർഡൻ റൊട്ടി എടുത്തുകൊണ്ടിരാൻ വേണ്ടി പോയപ്പോഴേക്ക് ദാല് മുഴുവനും വാരി തിന്നല് കഴിഞ്ഞ് കിടക്കും. അത്ര പട്ടിണിയാണ് ജയിലിൻ്റെ ഉള്ളിൽ. അതാണ് അന്നത്തെ കാലം. ആ ഉമ്മറാജിൻ്റെ ആ പട്ടിണി അത് മൂപ്പര് അതിൽ നിന്ന് വളർന്ന് 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 ഇപ്പം എനിക്ക് തോന്നുന്നത് സാജിദ സൂപ്പർ മാർക്കറ്റ് ഒരു 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 30 സ്ഥാപനം ഉണ്ടാവും. ഒരു 10-30 സ്ഥാപനം ഏതായാലും ഉണ്ടാവും. മകൻ ഡോക്ടർ അൻവർ, നമ്മളെ CM ഇബ്രാഹിം സാഹിബിൻ്റെ മകളാണ് കല്യാണം കഴിച്ചത്. ഞാൻ പറയുന്നത്, ജീവിതത്തിൽ പണം, ആരോഗ്യം, സന്തോഷം അതൊക്കെ ഉണ്ടാകും, ദുഃഖം ഉണ്ടാകും. അപ്പോഴേക്ക് കിണറ്റി ചാടാൻ പോകലല്ല. എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴേക്ക് ഞാൻ മരിച്ചെങ്കിലോ എന്ന് കരുതി, ഞാൻ ആത്മഹത്യ ചെയ്തെങ്കിലോ എന്ന് കരുതി. ഒരിക്കലും അങ്ങനെ കരുതാനും പാടില്ല, പറയാൻ തീരെയും പാടില്ല. അഥവാ മനസ്സിൽ അങ്ങനെ കരുതൽ വന്നാൽ തന്നെ വേറൊരാളോട് അത് പറയരുത്. കരുതുന്നതൊക്കെ മനസ്സിൽ വരുന്നത് അള്ളാഹു തആല അടുത്ത ഒന്നും അടുത്ത ബാങ്ക് വെച്ച് പൊരുത്തപ്പെട്ടു പോകും. പറയരുത് ഒരാളോട്. അള്ളാഹുവെ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമാനിയും റസൂലുള്ളാഹിയും ഫാത്തിമാനി അലിയാനും രണ്ടാളിങ്ങോട്ട് കൂട്ടി മനസ്സും യോജിപ്പിച്ചു. അള്ളാഹു റബ്ബി ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, അലി റളിയല്ലാഹു അൻഹു എപ്പോൾ പുറത്തു പോയാലും അലിയാർ പുറത്തു പോയിട്ട് തിരിച്ചു വന്ന് നമ്മളെ ഭാഷയിൽ പറയാം, അലിയാർ ഗേറ്റിൻ്റെ അടുത്തെത്തിയിട്ട് കാല് നടന്നു വരുന്ന കാലിൻ്റെ ഒച്ച കേൾക്കുമ്പോഴേക്ക് ഫാത്തിമ പുറത്തിറങ്ങും, സിറ്റ് ഔട്ടിൽ വന്ന് നിൽക്കും. അലിയാർ ഗേറ്റിന് തുറന്നിട്ട് അസ്സലാമു അലൈക്കും. അപ്പോഴേക്ക് ഫാത്തിമ ബീബി ഓടിച്ചെന്നിട്ട് അലൈക്കും അസ്സലാം ഭർത്താവിൻ്റെ കൈ പിടിച്ചിട്ട് ഫാത്തിമ ബീബി ചുംബിക്കുകയാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമാവിന്റെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ വെക്കും. അത്ര സ്നേഹത്തിലാണ് അവർ രണ്ടാളും ജീവിച്ചത്. അതാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കണ്ടു വളർന്നത്. ഈ പെണ്ണിട്ടാന്ന് പറഞ്ഞത് സ്വത്ത് സമ്പാദിക്കാനുള്ള ഒരു വഴിയായിട്ട് കാണരുത്. ഇപ്പോഴും സ്ത്രീധന കേസ് കാണാണ്. ഇപ്പം ഈ ആഴ്ച പത്രത്തിൽ ഏറ്റവും വലിയ വാർത്ത എന്താ? ഒരു ഡോക്ടറായ ഭർത്താവ്, ഡോക്ടറായ ഭാര്യ ആത്മഹത്യ ചെയ്തില്ലേ? പെണ്ണ് ആത്മഹത്യ ചെയ്തില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ പെണ്ണ് പറഞ്ഞത്? ആ പെണ്ണിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ കണ്ടല്ലോ. എന്താ കണ്ടത്? ഭർത്താവിൻ്റെ വീട്ടുകാർ സ്വത്ത് ചോദിച്ചു, അതിനെനിക്ക് പരാതിയില്ല. അവസാനം നിക്കക്കള്ളിയില്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾക്കും ഈ പണത്തിന് ആവശ്യമുണ്ടോ? അതെ, നിന്റെ പണമാണ് എനിക്ക് ആവശ്യമെന്ന് ഭർത്താവ് പറഞ്ഞപ്പോൾ ഞാൻ കൈവിട്ടുപോയി. നിന്റെ പണമാണ് എനിക്ക് ആവശ്യമെന്ന് ഭർത്താവ് പറഞ്ഞതോടുകൂടെ എൻ്റെ എല്ലാ മനസ്സും കൈവിട്ടുപോയി, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. ചില വാക്കുകൾ ചില സമയത്ത് കുറുക്ക് കൊള്ളും. ഭാര്യമാരും ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഹരമാണ്. അതിനെന്ത് വേണം? മുഖത്ത് നോക്കിയിട്ട് സ്നേഹം കാണിക്കണം.
ആ പെണ്ണുങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭർത്താവിന് കച്ചവടം, മൂപ്പർക്ക് നമ്മളവിടെ ഒരാൾക്ക് സിമെൻറ്റും കച്ചവടമാണ്. വൈകുന്നേരം ആകുന്നത് വരെ ഷട്ടർ പൊക്കി ഇരുന്നിട്ട് ഒരൊറ്റ ആളും കച്ചവടത്തിന് വന്നില്ല. അന്ന് ഇയാൾക്ക് കട അടച്ചു വരുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവുമോ? കാരണം എന്തുകൊണ്ട്? കച്ചവടം നടന്നാൽ, ഇതൊക്കെ കച്ചവടക്കാരാണ്. കച്ചവടക്കാരോട് ചോദിച്ചു നിങ്ങൾ, കച്ചവടം ഇല്ലാത്ത അന്ന് പടച്ചോനെ, കച്ചവടം നടന്നാലും നടന്നില്ലെങ്കിലും പീടികയ്ക്ക് വാടക കൊടുക്കണം. വാടക ചാലുവാണ്, കറണ്ട് ബില്ല് ചാലുവാണ്, പണിക്കാരുടെ ശമ്പളം ചാലുവാണ്, ഒക്കെ റെഡിയാണ്. ഒറ്റ ആളും വന്നില്ല. വൈകുന്നേരം 5 മണിക്ക് കട അടക്കാൻ നേരത്ത് ഒരു കാറിൽ 4 ആള്. അപ്പോൾ ഈ കച്ചവടക്കാരന് വലിയ സന്തോഷമായി. അയാൾ പണിക്കാരനോട് പറഞ്ഞു, എടോ ഒരു 4 ചായക്ക് പറയാം, ഇപ്പോൾ ഒരു നല്ലൊരു കച്ചവടം വന്നതല്ലേ. 4 ചായ കൊണ്ടുവന്ന് വെച്ചു. ഇവർ 4 ആളും കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ഇരുന്ന്. അപ്പം മുതലാളി എന്തേന്ന് ചോദിച്ചു. അപ്പം നോക്കുമ്പോൾ അത് എത്തിങ്ങാൻ്റെ പിരിവാക്കി. അല്ലാഹു റബ്ബി, നല്ല മട്ടുണ്ട്. അന്നത്തെ പീടി അടച്ചു വരുന്നത് ഈ കോലത്തിലാണ്. അന്ന് ഭർത്താവ് വരുമ്പോൾ മുഖത്തൊക്കെ നോക്കിയാൽ ഭാര്യയ്ക്ക് മനസ്സിലാക്കണം ഇന്ന് കച്ചവടം കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ച് മനസ്സിന് പ്രയാസം ഉണ്ടാകും. ഞാൻ സമാധാനിപ്പിക്കട്ടെ. അപ്പോൾ ഭാര്യ കുറച്ചും കൂടി സ്നേഹം കാണിക്കുക, കുറച്ചും കൂടി സന്തോഷം കാണിക്കുക, കുറച്ചും കൂടി. അല്ലാതെ രാവിലെ ചിരിച്ച് കളിച്ച് പോയതാ ഇപ്പം എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് അകന്ന് നിൽക്കലല്ല. സ്നേഹം മനസ്സിൽ വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. നമ്മളെ ഉസ്താദുമാർ 2 ആഴ്ച കൂടുമ്പോൾ നാട്ടിൽ പോവുക, അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെയാണ് പോവുക. ഒരു മോര്യാർ പോകുമ്പോൾ പെരയിൽ ചെന്നാൽ പെണ്ണുങ്ങൾക്ക് അത്ര ഒരു മെയിൻ്റെ ഉള്ളൂ. ഒരു പ്രാവശ്യം മോര്യാർ പോകുമ്പോൾ വലിയൊരു ബാഗും കൊണ്ടാണ് പോയത്. വലിയൊരു ബാഗ്. അപ്പോൾ പെണ്ണുങ്ങളിങ്ങനെ ഈ വലിയ ബാഗ് കണ്ടപ്പോൾ ഒക്കെ ഭയങ്കര ഒരു കൗതുകമായി. എന്താ ഇന്ന് കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. ഓള് അങ്ങോട്ട് ചെന്ന് ഗേറ്റിൻ്റെ അടുത്തേക്ക്, സാധാരണ അതൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങോട്ട് ചെന്ന് നിങ്ങൾക്ക് ഒന്ന് സന്തോഷം പറഞ്ഞ്, നിങ്ങൾ ക്ഷീണിച്ചോ, നിങ്ങൾക്ക് ചൂടുള്ളതാ വേണ്ടത് തണുത്തതാ വേണ്ടത് എന്നൊക്കെ ചോദിച്ച് ഇയാൾ വീട്ടിൽ കയറി എനിക്കെന്നാ ഒരു കട്ടൻ ചായ ഉണ്ടായിക്കോ. ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ പറഞ്ഞ് ബാത്റൂമിൽ പോയി. പെണ്ണുങ്ങളാണ്, ഇവർക്ക് ഈ ബാഗിൽ എന്താ ഉള്ളതെന്ന് അറിയാഞ്ഞാൽ ഒരു ബേജാറാണ്. മൂപ്പര് ബാത്റൂമിൽ പോയ അടിയിൽ ഇവള് മെല്ലെ പോയിട്ട് ആ ബാഗിൻ്റെ ചെയിനൊന്ന് വലിച്ചു നോക്കി. നോക്കുമ്പോൾ എന്താ, നിങ്ങൾ നിൽക്കണ പള്ളിയിൽ നിന്ന് പിരിച്ചു വിട്ടിട്ട് പഴയ പുതപ്പും തിളക്കണൊക്കെ ആയിട്ടാണ് തിരുവേ. ഞാൻ എൻ്റെ പെണ്ണുങ്ങളോട് പറഞ്ഞത്, ഗൾഫിൽ നിന്ന് ഭർത്താക്കന്മാർ വരുമ്പോഴേ ലഗേജിൻ്റെ പെട്ടി നോക്കിയിട്ട് ചിരിക്കാൻ നിൽക്കണ്ട. നമ്മൾ എന്ത് വേണം? മുഖത്ത് നോക്കിയിട്ട് ഹൃദയവും അതാണ് ഭാര്യ, അതാണ് ഭർത്താവ്. ഹൃദയവും അതാണ് ജീവിതം. ലി തസ്കുനു ഇലൈഹ, അവളെ നോക്കിയാൽ നിങ്ങൾക്കും നിങ്ങളെ നോക്കിയാൽ അവൾക്കും. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച കുടുംബജീവിതം. പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, ഭർത്താക്കന്മാരോട് ഞാൻ പറയട്ടെ, ഭാര്യമാരെ നമ്മൾ നല്ല പോലെ സമാധാനിപ്പിക്കണം. നല്ല ആശ്വാസ വാക്കുകൾ എപ്പോഴും അവരോട് പറയണം.